ഉയർത്തി 3 ഹല്ലേലൂയ പറയാമല്ലോ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ കഴിഞ്ഞ ദിവസം വൈകിയ നിമിഷം മുതൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും നാം ചേർന്നിരിക്കുന്ന നിമിഷങ്ങളാണല്ലോ. കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനും വിടുതലുകൾ അനുഭവിപ്പാനും വളരെ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തോട് ചേർന്നിരിക്കാം. ഈ പകൽക്കാലവും കഴിഞ്ഞ രാത്രിയിലും ദൈവം നമ്മോട് ഹൃദയമായി സംസാരിച്ചു. കഴിഞ്ഞ രാത്രിയിൽ കാലേബിനെക്കുറിച്ച് നാം കേട്ടു. ഈ പ്രഭാത സമയവും യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ വൃത്തിയിലൂടെ നമ്മോട് സംസാരിപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രിയും ദൈവനാമത്തിനു വേണ്ടി കൊടുക്കുന്നവരായി മഹത്വവും ശക്തിയും കൊടുക്കുവാൻ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും നമുക്കായിരിക്കാം. ഈ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കി നമുക്കായിരിക്കാം. നിശ്ചയമായും കർത്താവ് നമ്മോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലും രാത്രിയും നമ്മുടെ മധ്യയെ വചനം ഘോഷിക്കുന്നത് കർത്താവിൻ്റെ വലിയേറിയ ദാസൻ PC തോമസ് സാറാണ്. സാറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകയിടങ്ങളിൽ കർത്താവിൻ്റെ വചനവുമായി അപ്പോൾ തന്നെ വിവിധ ചാരിറ്റി വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വലിയേറിയ ഭക്തനാണ്. ഇന്ന് പകലും രാത്രിയും നമ്മുടെ മധ്യയെ ശുശ്രൂഷയ്ക്കായി എത്തിയത്. പകലത്തെ ശുശ്രൂഷ നമുക്ക് വലിയ അനുഗ്രഹവും വിടുതലുമായി തീർന്നല്ലോ. രാത്രിയിലും പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. തൻ്റെ വൃത്തിയിലൂടെ ദൈവാത്മ നമ്മോട് സംസാരിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും ഇന്ന് രാത്രിയും ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. നാം ദൈവത്തിൻ്റെ പാദപീഠത്തിലാണല്ലോ ആയിരിക്കുന്നത്. വളരെ ദൈവികമായ സമർപ്പണത്തോടെ ആയിരിക്കാം, ഭയത്തോടെ ഭക്തിയോടെ ആയിരിക്കാം. അലസതയോടെ ഉദാസനത ആരും ആയിരിക്കരുത്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള നിമിഷം വചനഘോഷണത്തിനായി ദൈവത്തിൻ്റെ ദാസനെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് രാത്രിയിലും ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ സെഷനിൽ നമുക്ക് വരുവാൻ ദൈവമായ കർത്താവ് നൽകിയ അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. എളിയവൻ ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ അവസരം ലഭിച്ചു. ഇന്ന് രാത്രിയിലും നിങ്ങളോടുകൂടെ ആയിരിക്കുന്നു. PMG ചർച്ചിൽ വന്ന ദൈവവചനം ശുശ്രൂഷിക്കുന്നത് വലിയ അനുഗ്രഹവും വലിയ വിടുതലുമാണ്. അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്ന നിങ്ങളോടുള്ള നിസ്സീമമായ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോമോൻ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും വിശേഷാൽ വന്ദനം ചെയ്യുന്നു. വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. പ്രവചന പുസ്തകത്തിൽ നിന്ന് ചില വാക്യഭാഗങ്ങൾ നമുക്ക് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. ഒരു ഉണർവ് പ്രസംഗത്തിന് ഇന്ന് രാത്രി ഞാൻ മുതിരുന്നില്ല. പക്ഷേ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള ഒരു വലിയ ആഹ്വാനത്തിനായി ഞാനിവിടെ നിൽക്കുകയാണ്. ഉണർവ് പ്രസംഗം എന്നതിനേക്കാൾ ഉപരി ഒരു ഉണർവുണ്ടാകാൻ, ഉണർവ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടാകണം, നമ്മുടെ കുടുംബത്തിലുണ്ടാകണം, നമ്മുടെ സഭയിലുണ്ടാകണം, നമ്മുടെ സമൂഹത്തിലുണ്ടാകണം, നമ്മുടെ രാജ്യത്തുണ്ടാകണം. എത്ര പേർക്ക് താല്പര്യമുണ്ട്? കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ കർത്താവിനെ സ്തുതിക്കാമോ? അതിനായി ചില വാക്യഭാഗങ്ങൾ വായിക്കുന്നു. ഹബക്കൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും 3-ാം അധ്യായം 1, 2 വാക്യങ്ങളും ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. ഇന്ന് പകൽ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു. ഇന്ന് രാത്രിയിലും അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വചനം ഐശ്വര്യമായി വിഭജിച്ച് ജനത്തിന് നൽകുവാൻ എളിയവനെ പ്രാപ്തനാക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് രാത്രിയിൽ സംസാരിക്കണമേ. ഞങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മേജർ പ്രോഫറ്റ്സ് അഥവാ വലിയ പ്രവാചകന്മാരെന്നും മൈനർ പ്രോഫറ്റ്സ് ചെറിയ പ്രവാചകന്മാരെന്നും 2 കൂട്ടരെ നമ്മൾ പ്രവചന പുസ്തകത്തിൽ കാണുന്നു. യെശയ്യാവ്, യിരെമ്യാവ്, ഹെസ്കേൽ, ദാനിയേൽ തുടങ്ങിയവരെ മേജർ പ്രോഫറ്റ്സ് അഥവാ വലിയ പ്രവാചകന്മാർ അവരുടെ ഗണത്തിലാണ് നമ്മൾ അവരെ പരിഗണിക്കുന്നത്. എന്നാൽ കൊച്ചു പ്രവാചകന്മാരുടെ ഗണത്തിൽ പെടുന്ന 10-12 പേര് ഉണ്ട്. അതിലൊരാളാണ്
ഇവിടെ നമ്മൾ കാണുന്ന ഹബക്കൂക്ക്. ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ ചെറിയ 3 അധ്യായങ്ങളേ ഉള്ളൂ. ആ 3 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വളരെ രസകരമായ, വളരെ ചിന്തകളെ ഉണർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ആ 3 അധ്യായത്തിലുണ്ട്. ഒന്നാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന ഹബക്കൂക്കല്ല 2-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവന് മാറ്റം സംഭവിക്കുന്നു. 2-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന ഹബക്കൂക്കിനെ അല്ല 3-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകം പഠിക്കുന്ന ഞാനും നിങ്ങളും പഠിച്ചു തുടങ്ങുമ്പോഴുള്ള അനുഭവമല്ല, മറിച്ച് അത് അവസാനിക്കുമ്പോൾ നമുക്കും ഇതേ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹബക്കൂക്ക്, ഹബക്ക് എന്ന വാക്കിന്റെ അർത്ഥം ആലിംഗനം ചെയ്യുക ഓർ എംബ്രേസ് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഈ ഹബക്കൂക്ക്? കൃത്യമായി നമുക്ക് അറിയില്ല. എങ്കിലും യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഹബക്കൂക്ക് യഹൂദന്മാർ പറയുന്നത് എലീശയെ വീട്ടിൽ സ്വീകരിച്ച ശുനേംകാരത്തിയുടെ പുത്രനാണ് ഈ ഹബക്കൂക്ക് എന്നാണ്. ഈ ഹബക്കൂക്ക് ആ പേര് വരാനുള്ള ഒരു കാരണം അവർ പറയുന്നത്, എലീശ ശൂന്യംകാരത്തിയെ അടുത്ത് വിളിച്ചിട്ട് അവളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അവളോട് എന്താ ചോദിച്ചത്? നിനക്ക് എന്ത് വേണം? നിന്റെ കാര്യം വല്ലതും രാജാവിനോട് പറയണോ? സേനാധിപനോട് നിന്റെ ആവശ്യം വല്ലതും പറയണോ? അവളെന്താ പറഞ്ഞു? ഞാൻ എൻ്റെ ബന്ധുജനങ്ങളുടെ നടുവിൽ വളരെ സ്വസ്ഥതയോടെ ജീവിക്കുക, എനിക്ക് ഒരാവശ്യവുമില്ല. ഉടനെ എലീശ തൻ്റെ പരിചാരകനായ ഗേഹസിയെ വിളിച്ചു ചോദിച്ചു, വേണ്ടെന്ന് അവൾ പറഞ്ഞാലും, ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞാലും അവൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും? രാത്രി സന്തോഷമുണ്ടോ? ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിനക്കൊന്നും വേണ്ട എന്ന് നീ പറഞ്ഞാലും നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് നികത്തിത്തരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. എനിക്ക് ആവശ്യമില്ല, ഞാൻ ബന്ധുജനങ്ങളുടെ നടുവിലാ കഴിയുന്നത്, എനിക്ക് ഒരു ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടും ഈ പ്രവാചകൻ വിടുന്നില്ല. ഗേഹസി വിളിച്ചു ചോദിക്കുക, അവൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും? അപ്പോഴാണ് ഗേഹസി ഒരു സത്യം വെളിപ്പെടുത്തിയത്. എന്താ പറഞ്ഞത്? അവൾക്ക് മക്കളില്ല. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ശൂന്യംകാരത്തിയെ വിളിച്ചു. ശൂന്യംകാരത്തിയെ വിളിച്ചിട്ട് പറയുന്ന സെന്റൻസ് ആണ്, നെക്സ്റ്റ് ഇയർ ദിസ് ടൈം യു വിൽ എംബ്രേസ് എ സൺ. അടുത്ത വർഷം ഈ സമയം നീ ഒരു കുഞ്ഞിനെ, ഒരു പുത്രനെ അണച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ആ വാക്കിൽ നിന്നാണ് ഇവർ യഹൂദന്മാർ കരുതുന്നത് ഈ വാക്കാണ് അവന്റെ പേരായിട്ട് വന്നത്. ഹബക്കൂക്ക്, ദൈവത്തെ ആലിംഗനം ചെയ്തവൻ എന്നുള്ള അർത്ഥത്തിൽ ആണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഹബക്കൂക്ക് ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ്? ഈ പുസ്തകത്തിലേക്ക്, പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ കാലഘട്ടം ഒന്നറിയുന്നത് നല്ലതാണ്. എപ്പോഴാണ് ഹബക്കൂക്ക് ജീവിച്ചിരുന്നത്? ചരിത്രം അറിയാവുന്നവർക്കറിയാം, BC 722 കർത്താവിൻ്റെ വരവിനും 722 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ രാജ്യത്തെ അസീറിയൻസ് അഥവാ അശൂർ കീഴടക്കി. അശൂർ അടിമകളായി കൊണ്ടുപോയി. പിന്നെയും ഒരു 100-130 വർഷം കൂടെ യഹൂദ അടിമത്വത്തിൽ പെടാതെ തുടർന്നു പോയി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്ന് കരുതുന്നു. BC 722 നിനവെ തലസ്ഥാനമാക്കി ഭരിക്കുന്ന അശൂർ വന്നിട്ട്, അല്ലെങ്കിൽ അസീറിയൻസ് വന്നിട്ട് ഇസ്രായേലിനെ അടിമകളാക്കി പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. BC 586 ഒരു 100-135 വർഷം കഴിഞ്ഞിട്ടാണ് യഹൂദ അടിമത്തത്തിലേക്ക് പോകുന്നത്. യഹൂദയെ കീഴടക്കി കൊണ്ടുപോയത് ആരാന്നറിയാമോ? ആരാണ് പ്രവാസികളായി അവരെ കൊണ്ടുപോയത്? യഹൂദയെ കീഴടക്കി കൊണ്ടുപോയ രാജാവ് ആരാണ്? ബാബിലോണ്യ രാജാവായ നെബൂഖദ്നേസർ.
ആരാണ്? നെബൂഖദ്നേസർ. ഈ രണ്ട് കാലഘട്ടത്തിനിടയിൽ ഏകദേശം BC 607 കാലഘട്ടത്തിലായിരിക്കണം ഹബക്കൂക്ക് ഈ പുസ്തകം എഴുതും. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകം എഴുതുമ്പോൾ യഹൂദയുടെ സ്ഥിതി വളരെ മോശമാണ്, സ്ഥിതി വളരെ ശോചനീയമാണ്. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ദൈവത്തെ വിട്ട് പെരുമാറാൻ തുടങ്ങി, ദൈവത്തെ വിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു വലിയ പ്രവാചകൻ അല്ലാതിരുന്ന ടെമ്പിൾ പ്രോഫറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന, ആലയത്തിൽ മാത്രം പ്രവചിക്കുന്ന ഈ കൊച്ചു പ്രവാചകന് തൻ്റെ ജനത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ട് ഭയങ്കര വേദന തോന്നി. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിൻ്റെ ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളം വേദനിക്കാൻ തുടങ്ങി. അങ്ങനെ ഉള്ളം നുറുങ്ങുന്ന ആളുകൾ ഇന്നും ഉണ്ട്. എന്തിനാ ഞാനിത് പ്രസംഗിക്കുന്ന അറിയാമോ? BC 607 അല്ലെങ്കിൽ 610 കാലഘട്ടത്തിൽ യഹൂദയിലുണ്ടായിരുന്ന അതേ അനുഭവമാണ് 21-ാം നൂറ്റാണ്ടിന്റെ പൂർവാർത്ഥത്തിൽ ദൈവജനത്തിന്റെ നടുവിൽ ഇന്നുള്ളത്. ആ യഹൂദയുടെ ഒരു ക്രോസ് സെക്ഷൻ പരിച്ഛേദമാണ് ഇന്ന് നാം കാണുന്ന വിശ്വാസി സമൂഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. യഹൂദ ജനത്തിന്റെ പുറത്താണ് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്താണ് ഇങ്ങനെയുള്ള അനുഭവമെങ്കിൽ ഹബക്കൂക്കിനെ അത് ഒട്ടും ബാധിക്കുകയില്ല. പക്ഷെ ഹബക്കൂക്ക് ദൈവജനത്തിന്റെ നടുവിൽ താമസിക്കുന്ന ഈ ദൈവഭക്തൻ കാണുന്ന കാര്യങ്ങൾ ദൈവത്തോട് വിളിച്ചു പറയുകയാണ്. എന്താ വിളിച്ചു പറയുന്നത്? ദൈവമേ, ഞാൻ എത്രത്തോളം അയ്യം വിളിക്കും. പഴയ ഭാഷയാ കേട്ടോ, ഇപ്പോഴത്തെ പുതിയ പരിഭാഷയായിരുന്നെ കുറച്ചുകൂടെ നമുക്ക് വ്യക്തമാകത്തക്കോണം എഴുതിയത്. ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കും. എന്താ നിലവിളിക്കാനുള്ള കാരണം? ദൈവജനത്തിന്റെ നടുവിൽ എന്തൊക്കെയാ നടക്കുന്നത്? അവിടെ അക്കമിട്ട് താൻ പറയുക, സാഹസം, നീതികേട്, പീഡനം, കവർച്ച, കലഹം, ശണ്ട. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതെവിടെ നടക്കുന്ന കാര്യമാ? നിങ്ങൾ നോക്കിക്കാ വാക്യങ്ങൾ ഇങ്ങോട്ട് വായിച്ചാൽ, വിശദീകരണത്തിന് ഞാൻ നിൽക്കുന്നില്ല. താൻ അക്കമിട്ടൊരു 5-6 കൂട്ടം കാര്യം പറഞ്ഞിട്ട് താൻ പറയുക, നീ പരിശുദ്ധനായ ദൈവമാണ്, നീ ജീവനുള്ള ദൈവമാണ്. ദൈവജനത്തിന്റെ നടുവിൽ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ നീ ഇതുവരെ കണ്ടില്ലേ? നീ എന്താണ് ഇതിന് പകരം ചെയ്യാത്തത്? നീ എന്തുകൊണ്ടാണ് ഈ ജനത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിക്കാത്തത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഭക്തന്മാരുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ചിന്തകളുണ്ട്. കർത്താവേ, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നടക്കുന്ന അതിക്രമവും ശണ്ടയും കലഹവും സാഹസവും ഇതൊക്കെ കാണുമ്പോൾ ഭക്തരുടെ ഉള്ളം വല്ലാതെ വേദനിക്കും. ഇവിടെ ഒരു തത്വചിന്തകനെ പോലെ, ഒരു ഫിലോസഫറെ പോലെ നിന്നുകൊണ്ട് ഹബക്കൂക്ക് ദൈവത്തോട് ചോദിക്കുക, എല്ലാം അറിയുന്ന തമ്പുരാനെ, നീ എന്താണ് ഇടപെടാത്തത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം അതിന് കൊടുത്ത മറുപടി അതിൻ്റെ 6-ാം വാക്യത്തിലുണ്ട്. വായിച്ചു. 5-ാം വാക്യം മുതൽ വായിച്ച്. ആ 1 മുതൽ 12 വരെയുള്ള 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. ഹബക്കൂക്കേ, നീ ഭാരപ്പെടണ്ട. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ചൊന്ന് ശ്രദ്ധിച്ചു നോക്ക. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അത് കേട്ടാൽ, അതൊന്ന് വിവരിച്ച് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. നിങ്ങൾ അത്ഭുതപ്പെട്ട് പോകും. അത്ഭുതപ്പെടാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ?
അതുവരെ വലിയ പേരൊന്നുമില്ലാത്ത, ഒരുപാട് ആളുകൾ കേട്ടിട്ടില്ലാത്ത ഒരു ജനസമൂഹമായിരുന്നു കൽദേർ. കൽദേർ എന്ന് പറയുന്നത് നിയോ ബാബിലോണിയൻസ് ആണ്, ബാബിലോണിയരുടെ മുൻ തലമുറക്കാർ. ബാബിലോൺ ഇപ്പോഴത്തെ ഒക്കെ ഇറാഖിന്റെ ഒക്കെ മുൻ തലമുറക്കാര് അതാരായിരുന്നു? അവരാണ് കൽദേർ എന്ന് പറയുന്നത്. അവർ പെട്ടെന്നാണ് അധികാര സ്ഥാനത്തേക്ക് വരുന്നത്. അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം ആയിരുന്ന ഈജിപ്തിനെയും അസീറിയയും എല്ലാം വളരെ വേഗത്തിൽ ഈ നൊമാഡിയൻസ് അല്ലെങ്കിൽ ഈ നാടോടി സംഘം പോലെ നടന്ന കൽദേർ പെട്ടെന്ന് കീഴടക്കി. ലോകം അത്ഭുതപ്പെടാൻ തുടങ്ങി. ഇന്നലെ വരെ കേട്ടിട്ടില്ലാത്ത ഒരു ശക്തി പെട്ടെന്ന് അധികാരത്തിലേക്ക് വരിക, വലിയ സാമ്രാജ്യങ്ങളെ ഒക്കെ അവർ പെട്ടെന്ന് കീഴടക്കുക. കേട്ടാൽ ആരും അത്ഭുതപ്പെട്ടു. അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകും, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ഒരു ജാതിയെ വിളിക്കാൻ പോകുകയാണ്. എന്തിനാ ജാതിയെ വിളിക്കുന്നത്? ഈ ജനത്തെ നേർവഴിക്കാക്കാൻ, യഹൂദ ജനത്തെ ശിക്ഷിക്കാൻ ഞാൻ ഒരു ജാതിയെ വിളിക്കാൻ പോകുകയാണ്. അങ്ങനെ കർത്താവ് പണ്ടും ഉണ്ടല്ലോ. മിദ്യാന്യരുടെ കയ്യിൽ ദൈവം ഇസ്രായേലിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കനാന്യർ രാജാക്കന്മാരെ യാബീന്റെ കയ്യിൽ ദൈവം ഇസ്രായേലിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാ? അവർ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തപ്പോ അവരെ നേർവഴിക്കാക്കാൻ ജാതികൾക്ക് ദൈവം അവരെ വിറ്റ് കളഞ്ഞിട്ടുണ്ട്. ഇവിടെയും ദൈവം പറയുന്നു, ആശ്ചര്യപ്പെട്ടു നോക്കുവിൻ, നിങ്ങൾ അത്ഭുതപ്പെട്ടു നോക്ക്, ഞാൻ ഒരു ജാതിയെ വിളിക്കും. ഇനി പറയുന്നത് മുഴുവൻ ആ ജാതിയുടെ പ്രത്യേകത മുഴുവൻ വിവരിക്കാൻ നേരമില്ലെങ്കിൽ ഒന്ന് ഓടിച്ചു വായിക്കാമോ? അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളൊന്ന് ഓടിച്ചു വായിച്ചേ. തങ്ങളുടേതല്ലാത്തതെല്ലാം അവരെന്ത് ചെയ്യും? കൈവശമാക്കും. അടുത്തത്, അവർ വേഗതയുള്ളവർ, ഭയങ്കരന്മാർ. ലോകത്തിന്റെ ന്യായമോ ലോകത്തിന്റെ നീതിയോ ഒന്നും അവർക്കൊരു വിഷയമല്ല. അവർ തന്നെയാണ് അവരുടെ ന്യായമൊക്കെ അത് രൂപീകരിച്ച് അല്ലെങ്കിൽ ഫോം ചെയ്തു വെച്ചിരിക്കുന്നത്. അടുത്തത്, അവരുടെ കുതിരകൾക്ക് പുള്ളിപ്പുലിയേക്കാൾ, പുള്ളിപ്പുലി അല്ലേ ചീറ്റ, അതിന് എത്ര കിലോമീറ്റർ വേഗത്തിലാണ് ഓടുന്നത്? 40 കിലോമീറ്റർ വേഗത്തിലാണ് പുള്ളിപ്പുലി ഓടുന്നത്. അതിനേക്കാൾ വേഗതയുള്ള കുതിരകളാണ് ആർക്കുള്ളത്? ഈ കൽദേർക്കുള്ളത്. അടുത്തത്, വൈകുന്നേരത്തെ ചെന്നായ്ക്കളെക്കാൾ ഇവർ ഉഗ്രതയുള്ളവരാണ്. അടുത്തത്, അവർ മണൽ പോലെ ബദ്ധന്മാരെ എന്ത് ചെയ്യുന്നു? ബദ്ധന്മാരെ പിടിച്ചു ചേർക്കുന്നു. നമ്മൾ ചാക്കിൽ മണൽ വാരി കൂട്ടുന്നത് പോലെ അല്ലെങ്കിൽ കൊട്ടയിൽ മണൽ വാരുന്നത് പോലെയാ ഇവരെന്ത് ചെയ്യുന്നത്? ക്യാപ്റ്റീവ്സിനെ, അടിമകളെ, മനുഷ്യരെ പിടിച്ച് അടിമകളാക്കുന്നത്. അടുത്തത്, അവരേത് കോട്ടയെയും പിടിക്കും. എത്ര വലിയ കോട്ട കെട്ടി തങ്ങൾ സുരക്ഷിതരാണെന്ന് പറഞ്ഞ് കഴിയുന്ന രാജാക്കന്മാരെയും ഈ കൽദേർ എന്ത് ചെയ്യും? പിടിക്കും. എങ്ങനെ പിടിക്കുന്നത്? മണ്ണ് കുന്നിച്ച് പിടിക്കും. മണ്ണ് കുന്നിച്ച് കോട്ടയുടെ സൈഡിൽ മണ്ണ് കൊണ്ടുവന്നിട്ട് കൂട്ടി ഉയർത്തി അതിലൂടെ എന്ത് ചെയ്യും? അങ്ങ് അകത്ത് കടക്കും. പിന്നെ അവർ കാറ്റ് പോലെ അതിക്രമിച്ച് കടന്ന്, അടുത്ത വാക്ക് വായിച്ചേ, കുറ്റക്കാരായിത്തീരും. ഇതാണ് ഇവരുടെ പ്രകൃതം. എന്തുവാ? അതിക്രമിച്ച് കാറ്റ് പോലെ കടന്ന് ഇവരെ കുറ്റക്കാരായിത്തീരും. ഇവിടെ കുവൈറ്റിൽ നിന്ന് വന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? നോബിൾ അങ്കിളിനോട് നിങ്ങൾ ചോദിച്ചു നോക്കണം. നോബിൾ അങ്കിളും ജാനറ്റ് ആൻറ്റിയും ഒക്കെ കുവൈറ്റിൽ താമസിക്കുന്ന കാലത്ത് ഒരു പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റപ്പോ അവരുടെ വീഥികളിലെല്ലാം അവർ കണ്ടത് ഇറാഖി പട്ടാളം തോക്കും പിടിച്ചു നിൽക്കുന്ന. രാത്രി കിടന്നുറങ്ങിയത് കുവൈറ്റില്ല, പക്ഷെ നേരം വെളുത്തുണർന്നപ്പോ അവരുടെ രാജ്യം ആര് കൊണ്ടുപോയി? അറിയാമോ സംഭവം? ഒറ്റ രാത്രി കൊണ്ട് അവർ കുവൈറ്റിനെ പിടിച്ചു. ആരാ പിടിച്ചത്? ഈ ബാബിലോണ്യർ, ഈ കൽദേർ, ഈ ഇറാഖുകാർ. ഒറ്റ ദിവസം കൊണ്ട് അതിക്രമിച്ച് കടന്നിട്ട് ഇവരാരായിത്തീരും? ആ വാക്കൂടെ നോക്കിക്കേ,
കുറ്റക്കാരായി തീരും. ഇത് ഇന്ന് മാത്രമല്ല, പണ്ടു ഇവർക്ക് ഈ സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്നും അതിക്രമിച്ച് കടന്ന് കുവൈറ്റ് കീഴടക്കിയതിൻ്റെ ശിക്ഷ അവരനുഭവിച്ചുകൊണ്ടിരിക്കുക. ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എണ്ണ വിൽക്കാൻ ഒക്കുകയില്ല, കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കിട്ടുകയില്ല, ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ കിട്ടേണ്ടടുത്ത് അതെല്ലാം നിരോധിച്ചിരിക്കുക. ഇന്നും അവർ ആ കുറ്റം വഹിക്കുക. ഒറ്റ രാത്രി കൊണ്ട് കുവൈറ്റിനെ കീഴടക്കിയതിൻ്റെ തിക്തഫലം ഇന്നും ബാബിലോൺ അല്ലെങ്കിൽ ഇറാഖ് അനുഭവിക്കുന്നെങ്കിൽ അവർക്ക് ഇന്നല്ല സ്വഭാവം തുടങ്ങിയത് എന്നുണ്ട്. 2600 വർഷം മുമ്പ് കൽദേൻ ഈ സ്വഭാവമുണ്ട്. വായിച്ചെടുത്തുകൂടെ? ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോ ഹബക്കൂക്കിന് ഭയങ്കര സങ്കടമായി. ഇങ്ങനൊരു ശക്തിയാണോ ഞങ്ങളെ ശിക്ഷിക്കാൻ അയക്കുന്നത്? അവൻ ദൈവത്തോട് അടുത്ത പരാതി പറഞ്ഞു. എന്താ അടുത്ത പരാതി? വായിച്ചോ? നീ പുരാതനായി പരിശുദ്ധനായ ദൈവമാണല്ലോ, ഞങ്ങൾ മരിക്കയില്ല. ആ ആ ആ ആ ഇനി ശ്രദ്ധിക്കണേ. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണാൻ കഴിയാത്തവനുമായുള്ളവേ, ആ ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും, ആ ദുഷ്ടൻ തന്നിലും നീതിമാനായവന് വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും. എന്തുവാ ഈ പറഞ്ഞതിന്റെ അർത്ഥം? തിരിച്ച് ഹബക്കൂക്ക് തമ്പുരാനോടൊരു ചോദ്യം ചോദിച്ചു. കർത്താവേ, ഞങ്ങളുടെ ആൾക്കാര് തെറ്റുകാരാണ്, അവർ പാപം ചെയ്യുന്നു, പക്ഷെ നീ അവരെ ശിക്ഷിക്കാൻ അതിനേക്കാൾ കടുത്തൊരു ദുഷ്ടനെ പറഞ്ഞു വിടുന്നതിൻ്റെ പിറകിലെ രഹസ്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതാണ് ഹബക്കൂക്ക് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഞങ്ങൾ ദുഷ്ടത പ്രവർത്തിക്കുന്നു, ഞങ്ങൾ തെറ്റ് ചെയ്യുന്നു, ശിക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പൊ കേൾക്കുന്നത് എന്താ? നീ ഞങ്ങളെക്കാൾ ദുഷ്ടത പ്രവർത്തിക്കുന്ന ഒരു സംഘത്തെ ഞങ്ങൾക്കെതിരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കർത്താവേ, നീ ഒരു പരമദുഷ്ടനെ അയച്ച് ഞങ്ങളെ ശിക്ഷിക്കുന്നതിന്റെ പിറകിലെ രഹസ്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എത്ര ചിന്തിച്ചിട്ടും ഹബക്കൂക്കിന് തൃപ്തിയാവുന്നില്ല, ഒരു മറുപടി കിട്ടുന്നില്ല. ദൈവമക്കളെ, നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങൾക്കും വ്യക്തമായൊരു മറുപടി കിട്ടുകയില്ല. കിട്ടാത്ത ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഒരു വ്യക്തമായ മറുപടി കിട്ടാതെ വന്നപ്പോ ഈ ഭക്തൻ എന്തിനറിയാമോ? മറുപടി കിട്ടുന്ന ഒരിടമുണ്ട് എന്ന് മനസ്സിലാക്കി താൻ അവിടേക്ക് പോയി. എവിടെയാ ചെന്നത്? അവൻ കൊത്തളങ്ങൾ, 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് എന്റെ ആവലാതി സംബന്ധിച്ച് ദൈവം എന്നോട് എന്ത് സംസാരിക്കും എന്നറിയേണ്ടതിന് അവൻ കൊത്തളത്തിൽ കാവൽ കാത്ത് ഇരിക്കാൻ ഇടയായി. ഇന്ന് രാത്രി എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, അലട്ടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടാകും, ഒരുപാട് പ്രതിസന്ധി ഉണ്ടാകും. ഒരു പക്ഷേ എല്ലാ പ്രതിസന്ധിക്കും പാസ്റ്റർ ജോമോൻ ഉത്തരം തരാൻ കഴിയുകയില്ല, ജിജി അലക്സാണ്ടർ പാസ്റ്റർക്ക് ഉത്തരം തരാൻ കഴിയുകയില്ല, എനിക്ക് തരാൻ കഴിയുകയില്ല. പക്ഷെ ഉത്തരം കിട്ടുന്ന ഒരിടമുണ്ട്. അവൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കാമോ? സ്വർഗം നിന്നോട് സംസാരിക്കും, സ്വർഗം നിന്നോട് ഇടപെടാൻ ഇടയായിത്തീരും. ഈ ദൈവഭക്തൻ ചെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ഈ ആവലാതിക്ക് എനിക്കൊരു മറുപടി കിട്ടിയേ പറ്റൂ, നീ എന്നോട് സംസാരിച്ചേ മതിയാകൂ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ 73-ാം സങ്കീർത്തനത്തിൽ ഒരു ഭക്തനെ കാണുന്നുണ്ട്. ആരാണ്? 73-ാം സങ്കീർത്തനം എഴുതിയത് ആരാ? ആസാഫാണ്, അല്ലേ? ആസാഫിനെയാണ് കൊയർ ലീഡറായി ദാവീദ്, ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദ് ആസാഫിനെ കൊയർ ലീഡറായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുക. കൊയർ ലീഡറൊക്കെയാ, പക്ഷേ ആസാഫിനെ അലട്ടുന്ന ഒരുപാട് ചിന്തകളുണ്ട്. ആസാഫ് 73-ന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ആസാഫേ, നീ കൊയർ ലീഡറാണ്,
ദൈവത്തെ ആരാധിക്കുന്ന ആളാണ്, മറ്റുള്ളവരെ ആരാധിപ്പിക്കുന്ന ആളാണ്. നിനക്കെന്താ പറ്റിയത്? അവന്റെ അറിവെന്താ? ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാണ്. ആ അറിവുണ്ടായിട്ടും ഇവന്റെ കാലടികൾ എന്ത് ചെയ്തു? വഴുതിപ്പോയി, കാലുകൾ ഇടറിപ്പോയി. കാലുകൾ ഇടറാനുള്ള കാരണം തൊട്ട് താഴെ വിവരിക്കുന്നുണ്ട്. വായിച്ചേ. ആ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അവർ മാലയാക്കിയിരിക്കുന്നത് ഡംഭമാണ്, അഹങ്കാരമാണ് അവരുടെ മാല. ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്റ്റെപ്പ് വെച്ച് കയറുകയാണ്. ആര്? തൊട്ട അയൽവക്കത്ത് താമസിക്കുന്ന ദുഷ്ടൻ. ആസാബ് പറയാ, ഞാൻ ഓരോ ദിവസവും കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകി, ഞാൻ നിർമ്മലതയോടെ ജീവിച്ചു, പക്ഷെ ഞാൻ ഇടവിടാതെ ബാധിതനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ദൈവമില്ലാത്തവൻ, ദൈവത്തെ ആരാധിക്കാത്ത ദുഷ്ടൻ, അവൻ എന്ത് ചെയ്യാ? അവൻ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാനോ ഓരോ ദിവസവും അധോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്കെന്നും കഷ്ടതയാ, എനിക്കെന്നും വേദനയാ, എനിക്ക് പട്ടിണിയാണ്, എനിക്ക് മറ്റുള്ളവരുടെ നിന്ദയാണ്, എനിക്കെന്നും ഉപദ്രവമാണ്. പക്ഷെ എൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ദൈവമില്ലാത്തവനോ അവൻ എന്നും സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകളാണ്. എന്നിട്ട് ഈ ഭക്തൻ പറയാ, ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ദൈവമേ നിന്റെ മക്കളുടെ തലമുറയോട് ദോഷം ചെയ്യുമായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം എന്താ? കർത്താവേ, ദുഷ്ടന്റെ സൗഖ്യവും അവൻ്റെ സൗഭാഗ്യവും എല്ലാം കണ്ടിട്ട് ഞാനും ദുഷ്ടനെ പോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്നെന്നും ദൈവസഭയ്ക്ക് അതൊരു അപമാന വിഷയമായി തീരുമായിരുന്നു. ഇന്ന് രാത്രി പറയട്ടെ, ദുഷ്ടന്റെ സൗഖ്യം കണ്ടിട്ട്, ലോക മനുഷ്യന്റെ സൗഖ്യം കണ്ടിട്ട് ദൈവവൈതലെ നീയും അവനെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നീ ദൈവത്തിന്റെ സഭയ്ക്ക് എന്നും ഒരു അപമാനമായിരിക്കും. ഈ ഭക്തൻ പറയുകയാണ്, ഒടുവിൽ ഞാൻ എവിടെ ചെന്നു? ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. ഉത്തരം കിട്ടാത്ത ഏത് ചോദ്യത്തിനും ഉത്തരം കിട്ടുന്ന ഇടമാണ് ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം, ദൈവത്തിൻ്റെ സന്നിധാനം. നിങ്ങളെ അലട്ടുന്ന ഒരുപാട് വിഷയങ്ങൾ കാണാം, ഒരുപാട് പ്രതിസന്ധി കാണാം. ഇന്ന് രാത്രി വ്യക്തമായി പറയട്ടെ, എല്ലാറ്റിനും ഉത്തരം കിട്ടുന്ന ഇടമാണ് ദൈവത്തിൻ്റെ സന്നിധാനം. അവൻ്റെ സന്നിധിയിൽ ചെന്ന് മുഴങ്കാൽ മടക്കാമോ? അവൻ്റെ സന്നിധിയിൽ ചെന്ന് മുഴങ്കാൽ മടക്കിയപ്പോ ആസാഫിന് ഒരു കാര്യം മനസ്സിലായി, ഇവര് വഴുവഴുപ്പിലാ നിൽക്കുന്നത്. ദുഷ്ടൻ നിൽക്കുന്നത് ഉറച്ച സ്ഥലത്തല്ല, വഴുവഴുപ്പില. എപ്പോ വേണമെങ്കിലും അവൻ എന്ത് ചെയ്യാം? തെന്നി വീഴാം. അത് മാത്രമല്ല, അവൻ പറഞ്ഞു, ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ തമ്പുരാനെ നീ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എൻ്റെ വലങ്കയ്ക്ക് ഒരുത്തൻ പിടിച്ചിട്ടുണ്ട്. എനിക്കും വഴുവഴുപ്പിന്റെ അനുഭവങ്ങൾ ഉണ്ടായേക്കാം, വേദനകളും കഷ്ടങ്ങളും വന്നേക്കാം. പക്ഷേ ഞാൻ വീഴാതിരിക്കത്തക്കവണ്ണം എൻ്റെ വലം കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നെ മഹത്വത്തിലേക്ക് നടത്തുന്നവനാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷിക്കാൻ കഴിയും? അതെ, ഉത്തരം കിട്ടുന്ന ഇടം ദൈവത്തിന്റെ സന്നിധാനമാണ്. ഈ ഭക്തൻ ചെന്ന് ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇരുന്നിട്ട് തൻ്റെ ആവലാതി സംബന്ധിച്ച്, കർത്താവെ നീ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കാനിടയായി തീർന്നു. നമ്മളിൽ പലരും ചെന്ന് നമ്മുടെ പരാതിയുടെ കെട്ട് അങ്ങ് അഴിക്കും ദൈവസന്നിധിയിൽ. പക്ഷെ ഈ ഭക്തൻ പരാതി ഒന്നും പറഞ്ഞില്ല. തനിക്കൊരു ആവലാതി ഉണ്ട്. ദൈവമേ, അത് സംബന്ധിച്ച് അവിടുന്ന് എന്നോട് സംസാരിക്കണം. ഞാൻ അങ്ങോട്ട് പറയുകയല്ല, അവിടുന്ന് എന്നോട് സംസാരിക്കണം. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി, കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര ആളുണ്ട്? നിശ്ചയമായി ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കിയാൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം അവൻ എന്തോ കൊടുത്തെന്നാ വായിക്കുന്നേ?
ഒരു ദർശനം കൊടുത്തു. ദൈവം അവനൊരു ദർശനം നൽകി. പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായത്തിൽ കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ടിരുന്ന ഈ ഹബക്കൂക്കിന് ദൈവം ഒരു വിഷൻ നൽകി. എന്താണ് ആ വിഷൻ? ആ വിഷനെ സംബന്ധിച്ച് എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത് നമ്മൾ പുതിയ നിയമത്തിൽ ധാരാളം ഭാഗങ്ങളിൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന സെൻറ്റൻസ് കാണുന്നുണ്ട് അല്ലേ? ഗലാത്യ ലേഖനത്തിലുണ്ട്, എബ്രായ ലേഖനത്തിലുണ്ട്, അതുപോലെ തന്നെ റോമാ ലേഖനത്തിലുണ്ട്. ഈ സെൻറ്റൻസാണ് മാർട്ടിൻ ലൂതറിനെ ഏറ്റവും സ്വാധീനിച്ചത്. നവീകരണത്തിന് നേതൃത്വം കൊടുത്ത ഭക്തനായ മാർട്ടിൻ ലൂതറിനെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത, ഏറ്റവും സ്വാധീനിച്ച സെൻറ്റൻസ് ഈ പഴയ നിയമത്തിൽ ഒറ്റയിടത്തെ നമ്മൾ കാണുന്നുള്ളൂ. അതെവിടെ എഴുതിയിരിക്കുന്നത്? ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിലാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതിനു മുമ്പ് ഹബക്കൂക്കിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്കൊരു വിഷൻ തരികയാണ്, നിന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ നിനക്കൊരു മറുപടി തരികയാണ്, നീ അത് എഴുതണം. ദർശനം എഴുതുക. എങ്ങനെ എഴുതേണ്ടത്? പലകയിൽ തെളിവായി വരയ്ക്കുക. ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം പലകയിൽ തെളിവായി വരയ്ക്കുക. എല്ലാവരുടെയും പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണോ പരിഭാഷ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കണേ. ദർശനം എഴുതുക, ഓടിച്ച് ആരുടെയെങ്കിലും പുസ്തകത്തിൽ ഓടിപ്പോകുന്നവന് വായിക്കാൻ തക്കവണ്ണമെന്നുണ്ടോ? അങ്ങനെ ആരുടെങ്കിലും പുസ്തകത്തിലുണ്ടോ? അങ്ങനെ ഒരു പരിഭാഷയുണ്ട്. ഓടി പോകുന്നവന് വായിക്കാൻ തക്കവണ്ണം എഴുതുക. എന്നാൽ രസകരമായ കാര്യം, മറ്റൊരു പരിഭാഷ കൂടെ അതിലുണ്ട്. റൈറ്റ് ദ വിഷൻ, make it on plain tablets that he may run who read it. അതാണ് അതിൻ്റെ ശരിയായ ഇംഗ്ലീഷ് പരിഭാഷ. എന്താ അതിൻ്റെ അർത്ഥം? ദർശനം എഴുതുക, പലകയിൽ തെളിവായി വരയ്ക്കുക. ഈ ദർശനം വായിക്കുന്നവൻ ഓടണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 3 പരിഭാഷയാണ് സാധാരണ ഇത് കാണുന്നത്. ഒന്ന്, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം പലകയിൽ തെളിവായി വരയ്ക്കുക. രണ്ടാമത്തെ പരിഭാഷ, ഓടിപ്പോകുന്നവന് വായിക്കാൻ തക്കവണ്ണം തെളിവായി വരയ്ക്കുക. മറ്റൊരു പരിഭാഷ എന്ത് ചെയ്യണം? ഈ ദർശനം വായിക്കുന്നവൻ പിന്നെ നിൽക്കരുത്, അവൻ ഓടണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. എന്ത് ചെയ്യണം? അത് വരും നിശ്ചയം, അതിനായി കാത്തിരിക്കുക. പക്ഷെ നീ എന്ത് ചെയ്യണം? നിനക്ക് ദർശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിൽക്കരുത്. വല്ലതും മനസ്സിലായോ? നിനക്ക് ദർശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. നീ എന്ത് ചെയ്യണം? എന്തിന്റെ പുറകെ? ദർശനത്തിൻ്റെ പുറകെ ഓടണം. ഇന്ന് രാത്രി മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് ദർശനം തന്നിട്ടുണ്ട്. ആ ദർശനത്തിൻ്റെ പുറകെ ഓടിക്കണം. എപ്പോൾ വരെ ഓടേണ്ടത്? അത് പൂർണ്ണമായും നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകും വരെ ഓടണം. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. സ്വർഗത്തിലെ ദൈവം നിന്നോട് എന്തെങ്കിലും വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, കാലം എത്ര മാറിപ്പോയാലും ആ ദൈവിക വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, നീ അതിന്റെ പുറകെ ഓടാനിടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രസംഗ വിഷയത്തിൽ നിന്ന് അല്പം വിട്ടാണെങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ. ദർശനം ഉണ്ടോ നിങ്ങൾക്ക്? ദർശനം കിട്ടിയിട്ടുണ്ടോ? ദർശനം ഉള്ളവർ കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? ദൈവം നിങ്ങളോട് ഇടപെട്ടിട്ടുണ്ടോ? കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇന്നേക്ക് 40 വർഷം മുമ്പ് 19ാമത്തെ വയസ്സിൽ ഞാനൊരു കൊച്ചു ബാഗുമൊക്കെ തൂക്കി മലബാറിൽ ജോലിക്ക് പോകാൻ കാത്തു നിന്ന രംഗം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. പ്രൈസ് ലോർഡ്. കടം വാങ്ങിയ പൈസ വണ്ടിക്കൂലിക്ക് എൻ്റെ കയ്യിലുണ്ട്. 1-2 ഡ്രസ്സുകൾ ഞാൻ എൻ്റെ കയ്യിൽ ശേഖരിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ബസ് കാത്തു നിൽക്കുക. എന്നെ പരിചയമുള്ള ഒരു ദൈവദാസൻ ആ ബസ് സ്റ്റാൻഡിൽ വന്നു. അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ചു, വളരെ സ്നേഹത്തോടെ ചോദിച്ചു, തോമസ് കുട്ടി എങ്ങോട്ട് പോവുക?
ഞാൻ പറഞ്ഞു, ഞാൻ ജോലിക്ക് മലബാറിൽ പോവുകയാണ്. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. ബസ് സ്റ്റാൻഡിൽ ഒരുപാട് ആളുകൾ നിൽക്കുമ്പോൾ അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്ററുടെ ഭാര്യയാണ്. അവര് സൂസന്ന മാമ. ഭർത്താവിൻ്റെ പേര് പാപ്പച്ചായൻ. പാപ്പച്ചായനും സൂസൻ മാമയും കൂടാണ് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത്. അമ്മാമ്മ നല്ല പ്രവാചകിയാണ്. അച്ചായൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അമ്മാമ്മ ഒന്നാന്തരം അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. എവിടെ വെച്ച് അതിലൂടെ ചിന്തിക്കണേ, കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ വെച്ച് ആയിരക്കണക്കിന് ആളുകൾ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ ഈ ദൈവദാസൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് പാപ്പച്ചായനെ ഇഷ്ടമാ, പ്രാർത്ഥന ഇഷ്ടമാണ്. പക്ഷേ ആ സാഹചര്യം ഒട്ടും അങ്ങോട്ട് ഇഷ്ടമായില്ല. ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. വല്ലാത്തൊരു ജാള്യത എൻ്റെ മനസ്സിലുണ്ട്. ആ ദൈവഭക്തൻ എൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, കുഞ്ഞേ, നിന്നെ ഞാൻ ഇന്ത്യ മുഴുവൻ ഓടിക്കും. പ്രൈസ് ദി ലോർഡ്. നീ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോകും. പ്രൈസ് ദി ലോർഡ്. ഒരു വൈദിക അഭ്യസനവും നേടിയിട്ടില്ലാത്ത, വേദപുസ്തകം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത, അതെ, സ്നാനപ്പെട്ടിട്ട് കൃത്യം 6 മാസമേ ആയിട്ടുള്ളൂ, ഒരു തൊഴിലിന് വേണ്ടി TTC പാസ്സായ ഞാൻ മലബാറിലേക്ക് പോകുമ്പോൾ എന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാ. അന്നത്തെ ഭാഷയുണ്ടല്ലോ, ഇന്നത്തെ ഭാഷയല്ല. നീ കടല് കടന്നു പോകും, അങ്ങനെ പറഞ്ഞത്. കടല് കടന്ന് പോകും. ഞാൻ ചിന്തിച്ചു, ഞാനെത്തിനാ കടല് കടന്നു പോകുന്നത്? പക്ഷേ ഇന്ന് ഈ രാത്രിയിൽ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് പിടഞ്ഞു വികസിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിറവേറുന്ന ഒരു ദിവസമുണ്ട്. ഒരു ഊഷരഭൂമിയിൽ ഒറ്റ വിശ്വാസികൾ പോലും ഇല്ലാത്ത ഇടത്ത് ഞാൻ ആരാധന ചെന്ന് താമസമാക്കി. 40 കിലോമീറ്ററോളം ദൂരം പോയി ഒരാരാധനയിൽ സംബന്ധിച്ചു. പക്ഷെ നാളുകൾ ചിലത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചതുപോലെ ഞാൻ താമസിക്കുന്ന ഇടത്തേക്ക് ഒരു ദൈവദാസൻ വന്നു. അവിടെ ഒരാരാധന ആരംഭിച്ചു. ഒരു കൊച്ചു പ്രാർത്ഥനാ മുറിയിൽ ഞങ്ങൾ 6 പേര് മാത്രം കൂടിയിരുന്ന്, അത് 33 വർഷത്തിന് മുമ്പ് ആരംഭിച്ച ഒരു പ്രവർത്തനമുണ്ട്, ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഇന്ത്യ, HMI. അതിൻ്റെ തുടക്കക്കാരിൽ ഒരാളായി എനിക്കും പ്രവർത്തിക്കാനിടയായി. ഇന്നിവിടെ നിൽക്കുമ്പോൾ എത്രയെത്ര സ്റ്റേറ്റുകളിൽ, എത്രയെത്ര രാജ്യങ്ങളിൽ ഈ പുസ്തകം എടുത്ത് യാത്ര ചെയ്യുവാൻ സ്വർഗത്തിൽ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ടെന്നറിയാം. ഉയർത്തി പറയാൻ പറഞ്ഞതല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കേ. ദർശനം തന്നവൻ, നിന്നോട് സംസാരിച്ചവൻ അത് നിറവേറ്റുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കുമോ? കഴിഞ്ഞ വർഷം മാത്രം, കഴിഞ്ഞ 2018 മാത്രം 3 രാജ്യങ്ങളിൽ പോകാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. കുവൈറ്റിലും, അതെ, ശ്രീലങ്കയിലും, തൊട്ടടുത്തുള്ള നേപ്പാളിലും, 3 വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ, മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ പോകാൻ കർത്താവ് കൃപ തന്നു. ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഊവ് എന്ന് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എന്നേക്കാൾ ധാരാളം ജീവിതാനുഭവങ്ങളുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് ദർശനം തന്നിട്ടുണ്ടെങ്കിൽ നീ വിശ്വസിക്കേ, അത് നിറവേറ്റുന്ന ഒരു ദൈവമാണ്. അതേ, ഒരു കൊച്ചു കുഞ്ഞ്, വലിയ പ്രായമൊന്നുമില്ല, 10-17 വയസ്സുള്ളവൻ, അഡോളസെന്റ് പ്രായക്കാരൻ, ഇല്ലേ, യൗവനാരംഭം, കൗമാരപ്രായക്കാരൻ, അവൻ ഒരു ദിവസം ദൈവം ഒരു ദർശനം കൊടുത്തു. ദൈവം ദർശനം കൊടുത്തപ്പോൾ അവൻ അവൻ്റെ സഹോദരങ്ങളെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഒരു സ്വപ്നമുണ്ട്, എനിക്ക് ഇന്നലെ ഒരു ദർശനം കിട്ടി. അവരെന്താ പറഞ്ഞു? പറയടാ, നിന്റെ ദർശനം കേൾക്കട്ടെ. അവൻ ദർശനം പങ്കുവച്ചു. എന്താ ദർശനം പങ്കുവച്ചത്? നമ്മളെല്ലാവരുടെ വയലിൽ കറ്റ കൊയ്യാൻ പോയി. എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ കറ്റകൾ എൻ്റെ കറ്റയെ വീണ് നമസ്കരിച്ചു. അവന് കിട്ടിയ ദർശനം അവനൊന്ന് ഷെയർ ചെയ്തു. നോക്കെ, സ്വപ്നം വ്യാഖ്യാനിക്കാൻ ജോസഫിന് മാത്രമല്ല അറിയാവുന്നത്, അവൻ്റെ സഹോദരന്മാർക്കും അറിയാമായിരുന്നു. അവർ കൃത്യമായി പറഞ്ഞു, നീ പറഞ്ഞതിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് മനസ്സിലായി, അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായി. നീ ഞങ്ങളെ വാഴുമെന്നല്ലേ നീ പറയുന്നതിൻ്റെ അർത്ഥം, നീ ഞങ്ങളെ ഭരിക്കുമെന്നല്ലേ നീ പറഞ്ഞതിൻ്റെ അർത്ഥം. അവർക്ക് അവനോട് അസൂയ തോന്നി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലോകത്തിന് നിന്നോട് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തെന്നറിയാമോ? നിനക്ക് തമ്പുരാൻ തന്ന ദർശനമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നു? നിങ്ങൾ ആരുടെയും അതിര് മാന്തിയിട്ടില്ലല്ലോ,
ആരുടെയും പേഴ്സ് മോഷ്ടിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ ആരെയും ചീത്ത വിളിച്ചിട്ടില്ലല്ലോ. പക്ഷെ പലപ്പോഴും പലർക്കും നിന്നോട് വിരോധം തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിലുള്ള ഒരു രഹസ്യം എന്തെന്നറിയാമോ? നിനക്ക് ദർശനമുള്ളത് കൊണ്ട്. അവർക്ക് സമാധാനമായി അവനോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം? അവൻ എന്തോ ഉണ്ട്? ദർശനമുണ്ട്. ഇവനോടുള്ള സ്നേഹം നിമിത്തം അവൻ്റെ അപ്പൻ അവൻ എന്ത് ചെയ്തു? ഒരു ഉടുപ്പ് തയ്പ്പിച്ചു കൊടുത്തു, ഒരു നിലയങ്കി, ഒരു കുപ്പായം ധരിപ്പിച്ചു കൊടുത്തു. അതിട്ടോണ്ട് നടക്കുന്നത് കണ്ടാൽ ഈ സഹോദരന്മാർക്ക് അമർഷം കൂടും. എന്തൊരു വിദ്വേഷമാണെന്നറിയാമോ? എന്തൊരു ദേഷ്യമാ! അപ്പൻ കൊടുത്തിരിക്കുന്ന ഉടുപ്പിട്ടത് കണ്ടാൽ അവരെന്ത് ചെയ്യും? അവര് ഉള്ളിൽ അവരുടെ മനസ്സങ്ങോട്ട് വിഷലിപ്തമാകും. ഇത് തന്നെയാ നമ്മുടെയും അനുഭവം. തമ്പുരാൻ ഒരങ്കി നിന്നെ അണിയിച്ചിട്ടുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി കൊലക്കളത്തിൽ തൻ്റെ അങ്കി പടയാളികൾ ചീട്ടിട്ടെടുക്കുമ്പോൾ എന്നെയും നിന്നെയും നീതീകരിക്കുവാൻ, എന്നെയും നിന്നെയും വിശുദ്ധനാക്കുവാൻ, എന്നെയും നിന്നെയും രക്ഷിക്കുവാൻ ഒരു നീതിയുടെ അങ്കി അവൻ കാൽവറിയിൽ തുന്നി എന്നെയും നിങ്ങളെ ധരിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടാൽ പിശാചിന് ഹാലിളകും. പ്രൈസ് ദി ലോർഡ്. നീ ധരിച്ചിട്ടുള്ള നീതിയുടെ അങ്കി കാണുമ്പോൾ പിശാചിന് ഒട്ടും ഇഷ്ടമല്ല. അവൻ്റെ ആഗ്രഹം എന്തെന്നറിയാമോ? അത് മലിനപ്പെടുത്തണം, അത് കളങ്കപ്പെടുത്തണം, അത് വലിച്ചു കീറണം. ഇന്ന് രാത്രി പറയട്ടെ, പിശാച് നിന്റെ പുറകിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തിനാ? നിന്റെ അങ്കിയിൽ കളങ്കം ചാർത്തുവാൻ, നിന്റെ അങ്കി വലിച്ചു കീറുവാൻ, നിന്നെ ധരിപ്പിച്ചിട്ടുള്ള നീതിയുടെ അങ്കി ഇല്ലായ്മ ചെയ്യുവാൻ പിശാച് നിന്റെ പുറകിലുണ്ട്. ഈ ദൈവമൈതൽ അണിഞ്ഞിട്ടുള്ള ഈ നിലയങ്കി കാണുമ്പോൾ സഹോദരന്മാർക്ക് അവനോട് അമർഷം കൂടും. അതുകൊണ്ട് ദർശനമുള്ളവൻ ദർശനം ഒരിക്കലും മൂടി വയ്ക്കുകയില്ല കേട്ടോ. ദർശനം കിട്ടിയാൽ അവൻ വിളിച്ചു പറയും. അടുത്ത സ്വപ്നം കണ്ടപ്പോ അവന് അത് കേൾക്കാൻ അവൻ്റെ അപ്പനെ കൂടെ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്താ പറഞ്ഞത്? എനിക്കൊരു സ്വപ്നമുണ്ട്. എന്താ സ്വപ്നം? സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും എന്നെ എന്ത് ചെയ്തു? നമസ്കരിച്ചു. അപ്പൻ പറഞ്ഞതിരിക്കട്ടെ മോനെ, ഈ കാര്യമൊന്നും ഇനി നീ ആരോടും വിളിച്ചു പറയരുത്. ഞാനും നിന്റെ അമ്മയും നിന്നെ നമസ്കരിക്കുമെന്നോ? ദൈവത്തിൻ്റെ പൈതലേ, ദർശനം സ്വർഗമാണ് തന്നതെങ്കിൽ അമ്മയും നമസ്കരിക്കും, അപ്പനും നമസ്കരിക്കും, 12 സഹോദരന്മാരും നമസ്കരിച്ചേ പറ്റൂ. ദർശനം തമ്പുരാൻ തന്നതാ. ഇന്ന് രാത്രി അതുകൂടെ പറയട്ടെ, ആ ദർശനം ജീവിതത്തിൽ പ്രാപിച്ചെടുക്കണമെങ്കിൽ, പ്രാക്ടിക്കൽ ലൈഫിൽ നിനക്ക് ലഭ്യമാകണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നിനക്ക് പോകേണ്ടി വരും. നിങ്ങൾ കണ്ടില്ലേ ഈ ഒബ്സ്റ്റക്കിൾ റേസ് ഇപ്പോഴും ഉണ്ടല്ലോ, അതല്ലേ? ഒത്തിരി ഹാർഡിൽസ് ഇങ്ങനെ മുമ്പിൽ കാണും. വല്ല എന്താണ് പറയുക, അതിന് ശരിക്കുള്ള മലയാള വാക്ക് എന്തുവാ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില ഓട്ടങ്ങളിൽ ഓടി ഇങ്ങോട്ട് വരുമ്പോൾ ചിലയിടത്ത് കഴ വെച്ചിരിക്കും, അതിന് ചാടി കടക്കണം. ചിലപ്പോൾ വെള്ളമുള്ള സ്ഥലം കാണും, അതും ചാടി അപ്പുറത്ത് പോകണം. ഇങ്ങനെ പോകുന്ന ഒരുപാട് ഹർഡിൽസ് കടന്നു പോകണം. വിജയത്തിലെത്തണമെങ്കിൽ ഒത്തിരി ഹർഡിൽസ് നീ എന്ത് ചെയ്യണം? കടക്കണം. ഈ കൊച്ചു കുഞ്ഞിന് ഒരുപാട് വൈതരണികളെ തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്തൊക്കെ വൈതരണിയാ! സ്വന്തം സഹോദരന്മാരെ സ്നേഹിച്ച് അവർക്ക് അപ്പമൊക്കെ എടുത്ത് ആഹാരമൊക്കെ എടുത്ത് കൊട്ടയിൽ നിറച്ച് അവരെ കാണാൻ ചെന്നപ്പോൾ അവരാദ്യം പറഞ്ഞെന്നറിയോ? അതാ വരുന്നു ദർശനക്കാരൻ, അതാ വരുന്നു സ്വപ്നമുള്ളവൻ. എന്ത് ചെയ്യണം? ഇവൻ്റെ സ്വപ്നം എന്താകുമെന്ന് നമുക്ക് അറിയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവരെന്താ ചെയ്തത്? അവനെ എവിടെ വലിച്ചിട്ടു? പൊട്ടക്കിണറ്റിൽ വലിച്ചിട്ടു. ദർശനത്തിൻ്റെ പുറകെ ഓടുന്ന ദൈവമക്കൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നിനക്ക് പൊട്ടക്കിണറുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ കിണറ്റിൽ വീണ് കിടക്കുന്ന ആ കുഞ്ഞിൻ്റെ ചിന്ത നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. കർത്താവേ, എന്നെ ഇവർക്ക് അധിപതിയാക്കുമെന്നും രാജാവാക്കുമെന്നൊക്കെ നീ എനിക്ക് ദർശനം തന്നിട്ടുണ്ട്. ഞാൻ എവിടെയാണ് കിടക്കുന്നത്? പൊട്ടക്കിണറ്റിലാണ് കിടക്കുന്നത്. പക്ഷെ എന്നും നീ പൊട്ടക്കിണറ്റിൽ കിടക്കയില്ല. ദർശനമുള്ളവനെങ്കിൽ സ്വർഗം നിന്നെ അവിടുന്ന് വലിച്ചു കയറ്റും. അവനെ അവിടുന്ന് വലിച്ചു കയറ്റി. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ലക്ഷ്യം മുഴുവൻ അവൻ്റെ ഉടുപ്പിലായിരുന്നു. അവരത് വലിച്ചു കീറി.
ഇല്ലേ? ഒരു ഒരാടിനെ കൊന്ന് അതിൻ്റെ ചോരയിൽ മുക്കി കളങ്കപ്പെടുത്തിയപ്പോഴേ അവർക്ക് തൃപ്തി വന്നുള്ളൂ. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രി മറക്കരുത്, നീതി ഇവിടെ അങ്കി നിന്നെ സ്വർഗം ധരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മേൽ കണ്ണ് വെച്ചിട്ടുള്ള ഒരുവനുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിർമ്മലതയോടും വിശുദ്ധിയോടും ഭയത്തോടും അതേ ജീവിക്കണം. ആ അങ്കിക്ക് കളങ്കം ചാർത്തുവാൻ ശത്രുവിനെ ഒരിക്കലും അനുവദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇവരെ ഇത് വലിച്ചു കീറി മലിനപ്പെടുത്തിയപ്പോൾ അവർക്ക് തൃപ്തിയായി. പ്രൈസ് ലോർഡ്. അതുകൊണ്ടും തീർന്നില്ല. കയ്യിൽ ചങ്ങലയിട്ട് ആർക്ക് വിറ്റു? ഇസ്മായില്യർക്ക്, മിദ്യാനിലെ കച്ചവടക്കാർക്ക് വിറ്റു. ഈ 17കാരനെ, കൗമാരപ്രായക്കാരനെ, കോമളനായ യുവാവിൻ്റെ കയ്യിൽ അതേ ചങ്ങലയിട്ട് അവനെ എവിടേക്ക് കൊണ്ടുപോയി? മിദ്യാനിലേക്ക് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. തീർന്നോ? അവനെ പൊത്തിഫറിന് അവനെ വിറ്റു. അടിമയായി ഒരു വീട്ടിൽ താമസിക്കുക. രസകരമായ ഒത്തിരി വാക്കുകൾ ഈ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ അടിമയായി താമസിക്കുമ്പോൾ അവിടെ അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, wherever he went he was succeeded, Lord was with him. അവൻ എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം അവൻ കൃതാർത്ഥനായി. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ കൃതാർത്ഥനാകും, നിങ്ങൾ സക്സീഡഡ് ആകും, നിങ്ങൾ വിജയിക്കും. യഹോവ നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. അവൻ വിജയിച്ചു. പക്ഷെ അവിടെയും അവനെ കാത്തിരുന്നത് പ്രതിസന്ധിയാണ്. എന്താ അവന് കിട്ടിയത്? നേരെ പോകുന്നത് കാരാഗ്രഹത്തിലേക്കാണ്. വല്ല കുറ്റവും ചെയ്തിട്ടാണോ? പ്രൈസ് ദി ലോർഡ്. ഒരു കുറ്റവും ചെയ്തില്ല. ഞാൻ അത് വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. കാരാഗ്രഹത്തിലും അവൻ എന്ത് ചെയ്തു? അവിടെ കിടക്കുന്നവരുടെ ചുമതലക്കാരനായി തീർന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, അവന് എവിടെയെല്ലാം ചെന്നോ യഹോവ അവനോട് കൂടെ ഇരുന്നു, അവൻ സക്സീഡായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവന് പൊത്തിഫറിന്റെ ഭാര്യയോട് പറയുന്ന 1-2 സെന്റൻസ് ഉണ്ട്. എന്താ പറയുന്നറിയോ? ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ആരാ പറയുന്നത്? ഒരടിമച്ചെറുക്കൻ. ആരോടാ പറയുന്നത്? യജമാനന്റെ ഭാര്യയോട്. ഈ വീട്ടിൽ പ്രൈസ് ദി ലോർഡ്, ഈ വീട്ടിൽ സകലതും എൻ്റെ മേൽ എനിക്ക് തന്നിരിക്കുക അധികാരം. നീ എൻ്റെ യജമാനന്റെ ഭാര്യയാകയാൽ നിന്നെ മാത്രമേ എനിക്ക് വിരോധിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കെ നീ പറയുന്ന ഈ പാപം ചെയ്ത് ദൈവത്തോട് ദോഷം പ്രവർത്തിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല എന്ന് ഒരു യജമാനത്തിയോട് ഒരു അടിമയ്ക്ക് പറയാൻ എങ്ങനെ കഴിയും? പറയാൻ കഴിയും. ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീയാണ് ആ വീട്ടിൽ വലിയവൻ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ, നിങ്ങളുടെ ക്ലാസ്സിൽ യഹോവ നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളാണ് അവിടെ വലിയവർ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ യഹോവ നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളാണ് അവിടുത്തെ വലിയവർ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെക്കാൾ വലിയവരില്ല. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളാ വലിയവർ. ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഒടുവിൽ അവൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. വയസ്സ് 30 എന്നാ തുടങ്ങിയത് ഈ കഷ്ടത? 17-ാം വയസ്സിൽ തുടങ്ങിയതാ. 13 ദീർഘവർഷങ്ങൾ കാരാഗ്രഹത്തിൽ താനിങ്ങനെ കിടക്കുകയാ. നോക്കൂ, അവിടെ വെച്ച് പലരുടെയും സ്വപ്നം വ്യാഖ്യാനിച്ചു. പക്ഷേ ആ സുദിനമെത്തി. ഏത് സുദിനമാ? നീ ഇവരുടെ മേൽ വാഴും എന്ന് സ്വർഗം അവന് കൊടുത്ത ദർശനം പൂവണിയുന്ന ദിനമെത്തി. ഒരു പ്രഭാതത്തിൽ അവൻ നോക്കുമ്പോൾ അതേ ഫറോ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ നിന്ന് അതേ രഥം വരികയാണ്. ആരൊക്കെയുണ്ട് രഥത്തിൽ? അതിനകത്ത് ബാർബറുണ്ട്, അതിനകത്ത് ഡോബിയുണ്ട്, അതായത് വസ്ത്രങ്ങൾ അലക്കുന്ന അലക്കുകാരനുണ്ട്, അതേ ചെരുപ്പ് കുത്തിയുണ്ട്. എല്ലാവരും വന്നിരിക്കുക. ഒരുവന്റെ കയ്യിൽ ചെരുപ്പുണ്ട്, ഒരുവന്റെ കയ്യിൽ കത്രികയും ചീർപ്പും ഒക്കെ ഉണ്ട്, ഒരുവന്റെ കയ്യിൽ മനോഹരമായ വസ്ത്രമുണ്ട്. അവനിങ്ങനെ പ്രതീക്ഷയോടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവര് ചാടി ഇറങ്ങി. അവര് ചോദിച്ചു, ആരായി ജോസഫ്?
അവനെ പിടിച്ചിറക്കി, അവനെ പെട്ടെന്ന് ക്ഷൗരം ചെയ്യിച്ചു, മനോഹരമായ വസ്ത്രം അണിയിച്ചു, അവൻ്റെ കാലിൽ ചെരിപ്പിട്ടു, നേരെ രാജസന്നിധിയിൽ കൊണ്ടുപോയി. കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ? സ്വപ്നത്തിന് പുറകെ ഓടാൻ കഴിയണം. ദർശനം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ ഓടണം. ഞാൻ ചുരുക്കി പറയട്ടെ, ഏറ്റവും ഒടുവിൽ അതെ കനാൻ ദേശത്തും ക്ഷാമമെത്തി, കനാൻ ദേശത്തും ക്ഷാമമെത്തി. എന്താ ഫറവോൻ ഈ ജോസഫിനോട് പറഞ്ഞു? ജോസഫ് പറഞ്ഞു, ഏറ്റവും ബുദ്ധിയുള്ള ഏറ്റവും സമർത്ഥനായ ഒരാളെ കണ്ടുപിടിക്കണം. ഈ രാജ്യത്ത് വലിയ സമൃദ്ധിയും 7 വർഷത്തെ കൊടും ക്ഷാമവും വരും. അതിനെ അതിജീവിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ആഹാര സാധനങ്ങൾ ശേഖരിച്ചു വെക്കണം. അതിന് ബുദ്ധിയുള്ള ഒരാളെ കണ്ടെത്തണം, സമർത്ഥനായ ഒരാളെ കണ്ടെത്തണം. ഫറവോൻ ചോദിച്ച ചോദ്യമുണ്ട്. ഈ സ്വപ്നം വ്യാഖ്യാനിക്കത്തക്കവണ്ണം ദൈവാത്മാവ് ഉള്ളിലുള്ള നിന്നേക്കാൾ പറ്റിയ ഒരാളെ എൻ്റെ രാജ്യം മുഴുവൻ ഞാൻ അന്വേഷിച്ചാലും കണ്ടുകിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ രാജസ്ഥാനം കൊണ്ട് മാത്രം ഉയർന്നവനായിരിക്കും, നീ രണ്ടാമനായി ഇവിടെ ഭരിക്കും. അവന് മനോഹരമായ വസ്ത്രം, അവന്റെ മുദ്രമോതിരം, പിന്നെ സ്വർണ്ണ സരപ്പിളി ഒക്കെ ധരിപ്പിച്ചിട്ട് റോഡിലൂടെ വിളിച്ചു പറയണം, പെരുവഴിയിലൂടെ മുട്ടുകുത്തുവീൻ. പ്രൈസ് ലോർഡ്. ആ മുട്ടുകുത്തുന്ന കൂട്ടത്തിൽ പൊത്തിഫറും ഉണ്ട്. ആ മുട്ടുകുത്തുന്ന കൂട്ടത്തിൽ പൊത്തിഫറിന്റെ ഭാര്യയും ഉണ്ടാകും. മുഖമുയർത്താൻ കഴിയാതെ ഒഴുകുന്ന നിറകണ്ണുകളോടെ റോഡ് സൈഡിൽ ഇവരെല്ലാം ഇരിപ്പുണ്ടാകും. എൻ്റെ ദൈവം എത്ര വലിയവനാണെന്നറിയോ? ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. നീ അതിൻ്റെ പുറകെ ഓടണം. അത് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകും വരെ. ഏറ്റവും സന്തോഷകരമായ കാര്യം, കനാൻ ദേശത്ത് ക്ഷാമം വർദ്ധിച്ചപ്പോൾ അപ്പം പറഞ്ഞു, അവിടെ മിസ്രൈമിൽ ധാന്യമുണ്ട്, പോയി കൊണ്ടുവരാൻ. ഈ സഹോദരങ്ങൾ 10 പേര് ധാന്യത്തിനായി ചെന്നു. എങ്ങനെയാ പോയെന്നറിയാമോ? കയ്യിൽ ഓരോ പഴയ ചാക്ക്, അതിനകത്ത് നിറച്ച് സുഗന്ധദ്രവ്യങ്ങൾ, ബോടനണ്ടി, അതുപോലെ തന്നെ സുഗന്ധപ്പശ, ഇതെല്ലാം നിറച്ച് പോയിരിക്കുക, പണവുമായിട്ട് പോയിരിക്കുക. ചെന്ന് എന്തെന്നറിയാമോ? ഈ ജോസഫിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. എന്താ സാഷ്ടാംഗം വീഴുക എന്ന് പറഞ്ഞാൽ? അങ്ങ് കമന്നടിച്ച് വീണ് കിടക്കുകയാ. എത്ര പ്രാവശ്യം വീണെന്ന്? പല പ്രാവശ്യം ഇതുപോലെ വീണു. സ്വപ്നത്തിന്, ദർശനത്തിന് ഒരവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും. അത് വരും, നിശ്ചയം, താമസിക്കുകയുമില്ല. ദൈവത്തിൻ്റെ പൈതലിൽ ദർശനമുണ്ടെങ്കിൽ നിശ്ചയമായും അത് പ്രാവർത്തികമാക്കാൻ അതിൻ്റെ പുറകെ ഓടാൻ കഴിയണം. ഞാൻ വേഗത്തിൽ പോകട്ടെ. ഇവിടെ ദർശനം കിട്ടിയ, ദർശനം എഴുതാൻ തുടങ്ങി. ആരാ എഴുതാൻ തുടങ്ങിയത്? ഹബക്കൂക്ക് എഴുതാൻ തുടങ്ങി. ദർശനത്തിൽ ദൈവം ഒരു കാര്യം പറഞ്ഞു. 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം ഒന്ന് വായിച്ചേ. ഹബക്കൂക്കെ, നിനക്കൊരു സംശയമുണ്ട്, ദൈവം ഇതൊന്നും അറിയുന്നില്ല, ദൈവം ഇതൊന്നും കാണുന്നില്ല എന്ന്. അങ്ങനല്ല ഹബക്കൂക്കെ, ഒരു ദൈവം, ജീവനുള്ള ദൈവമുണ്ട്. ഒന്നുകൂടെ വായിച്ച മോളെ. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായി ഇരിക്കട്ടെ. 5 കൂട്ടം കാര്യങ്ങളാണ് ദർശനത്തിൽ ഹബക്കൂക്കിന് ദൈവം വെളിപ്പെടുത്തിയത്. 5 കൂട്ടം കാര്യങ്ങൾ. 5 കൂട്ടം കാര്യങ്ങൾ ഒന്ന് അക്കമിട്ട് പറയട്ടെ ഏതൊക്കെയാണെന്ന്. 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യം. അവർക്ക് അയ്യോ കഷ്ടം. കൊടുത്ത ദർശനത്തിൽ ഒന്നാ. ആർക്ക്? ധനത്തിന്റെ പുറകെ ഓടുന്ന യഹൂദ ജനത്തോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ്. ദൈവത്തെ മറന്ന് പണത്തിനു വേണ്ടി ഓടുന്നവനോട് പറയുന്നു, നിനക്കയ്യോ കഷ്ടം. ദൈവം പറഞ്ഞത് അത് ഞാൻ കാണുന്നു. പ്രൈസ് ലോർഡ്. 2-ാമത്തത്, അതിന്റെ 2-ന്റെ 9 മുതൽ 11 വരെ. ദുരാദായം, ദുരാഗ്രഹമുള്ള മനുഷ്യനെ കണ്ടിട്ട് പറയുക, നിങ്ങൾക്കയ്യോ കഷ്ടം. 2-ാമത്തെ കൂട്ടര്. ദൈവം ഇതൊന്നും കാണുന്നില്ല, അറിയുന്നില്ലെന്നൊക്കെ ഹബക്കൂക്ക് ചിന്തിച്ചത്. പക്ഷെ ദൈവം പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ധനത്തോട് ആർത്തിയുള്ള ഒരു കൂട്ടമുണ്ട്, അവർക്ക് അയ്യോ കഷ്ടം. 2-ാമത്, ദുരാഗ്രഹികളായ ഒരു സംഘമുണ്ട്, അവർക്ക് അയ്യോ കഷ്ടം. 3-ാമത്തത് 2-ന്റെ 12 മുതൽ 14 വരെ. രക്തം
കൊലപാതകം കൊണ്ട് ഏത് കൊലപാതകവും ചെയ്ത് എന്ത് ചെയ്യാം, ഭരണം ഉറപ്പിക്കുന്ന ചിലരുണ്ട്. കൊലപാതകികൾ നിങ്ങളുടെ നടുവിലുണ്ട്, അവർക്ക് അയ്യോ കഷ്ടം. നാലാമത്തത് 2:15 മുതൽ 17 വരെ. ആരാ? ഡ്രഗ് അഡിക്ട്സ്. മദ്യപാനവും ഡ്രഗും ഉപയോഗിക്കുന്ന ഒരു കൂട്ടർ നിങ്ങളുടെ നടുവിലുണ്ട്, അവർക്ക് അയ്യോ കഷ്ടം. അഞ്ചാമത്തത് 2:18 മുതൽ 20 വരെ. അഞ്ചാമത്തെ കൂട്ടരെ കുറിച്ച് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ വിഗ്രഹാരാധികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നിട്ട് പറയുക, എൻ്റെ വിശുദ്ധ മന്ദിരത്തിലിരുന്ന് ഞാൻ ഇതെല്ലാം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? ഹബക്കൂക്കിന്റെ പരാതിക്ക് കൃത്യമായ ഉത്തരം കിട്ടി. ദൈവം പറഞ്ഞു, സ്വർഗത്തിലിരുന്ന് എൻ്റെ ജനം ചെയ്യുന്നത് മുഴുവൻ ഞാൻ കാണുന്നു. നിങ്ങളുടെ ഇടയിൽ കൊലപാതകികളുണ്ട്, നിങ്ങളുടെ ഇടയിൽ ദുരാദായം അന്വേഷിക്കുന്നവരുണ്ട്, നിങ്ങളുടെ ഇടയിൽ ധനാർത്ഥിയുള്ളവരുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഡ്രഗ് അഡിക്ട്സ് ഉണ്ട്, നിങ്ങളുടെ ഇടയിൽ വിഗ്രഹാരാധികളുണ്ട്. ഇവരെ എല്ലാം ഞാൻ കാണുന്നു. ഈ കൂട്ടർക്കെല്ലാം അയ്യോ കഷ്ടം. Praise the Lord. Praise the Lord. ഇതുവരെ താനാ ജയിച്ചു നിൽക്കുന്നതെന്ന് കരുതിയ ഹബക്കൂക്ക് 3-ാം അധ്യായത്തിൽ വന്നപ്പോ തൻ്റെ സ്വഭാവം പാടെ മാറി. 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. Lord, I have heard your speech. I have heard your report and I fear. ദൈവമേ, നീ എന്നോട് സംസാരിച്ചു, ഞാൻ പേടിച്ചു പോയി. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവമേ, നിന്റെ റിപ്പോർട്ട്, എൻ്റെ ജനത്തെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് നീ എനിക്ക് തന്നു. ആൻഡ് ഐ ഫിയർ. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഭയപ്പെട്ടു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ ഹബക്കൂക്ക് അങ്ങനെ ഒരു പദമേ ഉപയോഗിച്ചിട്ടില്ല. 3-ാം അധ്യായത്തിൽ പ്രാർത്ഥനാ മനുഷ്യനായി ഇവൻ മാറ്റപ്പെട്ടു. ഇന്ന് രാത്രി പറയട്ടെ, ദർശനമുള്ള ദൈവത്തിൻ്റെ പൈതലെ, നീ പ്രാർത്ഥനാ മനുഷ്യനാകണം. സകലത്തെയും അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഇടപെട്ടാൽ ഒരൊറ്റ ജഡവും ഭൂമിയിൽ ബാക്കിയാകില്ല എന്ന ഉറപ്പ് ഈ ഹബക്കൂക്കിന് ലഭിച്ചപ്പോൾ ഹബക്കൂക്ക് ആരായെന്നറിയാമോ? അവന് ആത്മഭാരമുള്ളവനായി മാറി. ബർഡൻ, സോൾസിനെ കുറിച്ച്, ആത്മാക്കളെ കുറിച്ച് ഒരു ഭാരം ഇതുവരെ അവന് വന്നില്ല. പക്ഷെ ദൈവം അവന് ദർശനം കൊടുത്തപ്പോ അവൻ ആത്മഭാരമുള്ളവനായി മാറി. ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ആ നിലയിൽ ഒരു മാറ്റം ദൈവജനത്തിനുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഒരാത്മഭാരം നമുക്കുണ്ടാകണം. ആത്മഭാരം ഉണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന മാറും. എന്താ അവൻ പ്രാർത്ഥിച്ചത്? ഓ ലോർഡ്, യു റിവൈവ് thy work in the midst of the years. കർത്താവേ, ആണ്ടുകൾ കഴിയും മുമ്പേ. ഒന്ന് വായിച്ച വാക്യം. നിന്റെ പ്രവൃത്തിയെ നീ ജീവിപ്പിക്കണം. അടുത്തതെന്താ? നീ നിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണം. ആണ്ടുകൾ കഴിയും മുമ്പ് എന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: ലോർഡ്, യു റിവൈവ് ദൈ വർക്ക് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഇയേഴ്സ്. ആണ്ടുകളുടെ മധ്യത്തിൽ. എന്താ ആണ്ടുകളുടെ മധ്യത്തിൽ എന്ന് പറയാൻ കാരണം? ഈ ഉണർവ് എനിക്കൂടെ ഒന്ന് കാണണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എനിക്കും അതിലൊരു പങ്കാളിത്തം ഉണ്ടാകണം. എൻ്റെ ജനം അത് ഉണർത്തപ്പെടുന്നത്, എൻ്റെ ജനം അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നത് എനിക്കൊന്ന് കാണണം. നീ നിന്റെ പ്രവൃത്തിയെ ഒന്ന് വെളിപ്പെടുത്തണം. നീ ഒരു ഉണർവയക്കണം. താഴ്മയോടെ പറയുന്ന അടുത്ത കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. കർത്താവേ, ക്രോധം വെളിപ്പെടുത്തരുത്. അങ്ങ് ക്രോധം വെളിപ്പെടുത്തരുത്.
അങ്ങ് എന്ത് ചെയ്യണം? ഷോ മേഴ്സി അപ്പോൺ ദം. നീ കരുണ കാണിക്കണമേ, നീ കരുണ കാണിക്കണമേ, ഈ ജനത്തോട് കരുണ കാണിക്കണമേ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഈ പട്ടണത്തിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട് ദൈവത്തെ അറിയാത്ത, ദൈവത്തെ സ്നേഹിക്കാത്ത, ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത. ഇവരെല്ലാം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ PMG ചർച്ചിലെ അംഗങ്ങളോട് ഇന്ന് രാത്രി പറയട്ടെ, എനിക്ക് നിങ്ങൾക്കുമുള്ള ഉത്തരവാദിത്വം, ദർശനം പ്രാപിച്ച ദൈവപൈതലാണെങ്കിൽ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, ഉണർവ് എൻ്റെ ദേശത്തുണ്ടാകണം, ജീവിതങ്ങൾ രൂപാന്തരപ്പെടട്ടെ, ജീവിതങ്ങൾ ദൈവസന്നിധിയിൽ വരട്ടെ, അവർ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അത് പ്രാർത്ഥിക്കേണ്ടത് ആരാണെന്നറിയാമോ? ദർശനം പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കളാണ്. ഇവൻ പ്രാർത്ഥിക്കുക, എനിക്കൊരു ഉണർവ് കാണണം, ഈ ജനത്തെ നീ ഒന്ന് ഉണർത്തണം. അതിന് വേണ്ടതെന്താ? ഉണർവ് വേണമെങ്കിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? ഉണർവുണ്ടാകും. ഇംഗ്ലണ്ടിലെ 3-4 രാജ്യങ്ങൾ, UK എന്ന് പറയുന്ന രാജ്യം നിങ്ങൾക്കറിയാം, സ്കോട്ട്ലൻഡും വെയിൽസും അതുപോലെ തന്നെ നോർത്തേൺ അയർലൻഡും ഇംഗ്ലണ്ടും എല്ലാം കൂടെ ചേർന്നതാ അത് UK, യുണൈറ്റഡ് കിങ്ഡം. പണ്ട് ഇതെല്ലാം വെവ്വേറെ രാജ്യങ്ങളായിരുന്നു. അവരൊക്കെ തമ്മിൽ യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന കാലമുണ്ട്. ഇന്ന് ഇംഗ്ലണ്ടിൽ ഈ പ്രധാനപ്പെട്ട 4 പ്രൊവിൻസുകൾ, സ്റ്റേറ്റുകളാണ് ഉള്ളത്. അതിലൊന്നാ വെയിൽസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വെയിൽസിൽ ധാരാളം കൽക്കരി ഖനികളുണ്ട്. അവിടെ ആളുകൾക്ക് ജോലി ചെയ്ത് വ്യാവസായിക വിപ്ലവമൊക്കെ വന്ന സമയത്ത് ഇഷ്ടംപോലെ ജോലിയുണ്ട്, ഇഷ്ടംപോലെ ശമ്പളമുണ്ട്. അവർ ശമ്പളം വാങ്ങി ദൂർത്തടിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയില്ല, കുഞ്ഞുങ്ങൾ തോന്നിയ വഴിക്ക് ഈ കിട്ടുന്ന പണം അവർ ദുർവ്യയം ചെയ്യാൻ തുടങ്ങി. ആളുകൾ വളരെ മോശമായ ജീവിതം നയിച്ചു. പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരു സാധാരണക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ പേരാണ് ഇവാൻ റോബർട്ട്. ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തെ ആരും അറിയില്ല. ഒരു സാധാരണ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് വന്ന അവൻ്റെ മനസ്സുരുകാൻ തുടങ്ങി. എന്തുവാ? എൻ്റെ നാട്ടിലൊരു ഉണർവുണ്ടാകണം, ഇതിനൊരു മാറ്റം വന്നേ മതിയാകൂ. ഇവാൻ റോബർട്ട് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യകാലത്തൊന്നും ആരും തന്നോട് ഒപ്പമില്ല. 5 വർഷം പ്രാർത്ഥിച്ചു, ഒരു മാറ്റവുമില്ല. 10 വർഷം പ്രാർത്ഥിച്ചു, ഒരു മാറ്റവുമില്ല. 10-15 വർഷം ഈ പാവപ്പെട്ട മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചെറിയ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. എന്താ മാറ്റം? അടച്ചിട്ടിരുന്ന പല പള്ളികളും തുറക്കപ്പെടാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആളുകൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ എന്ത് ചെയ്തു? ആരാധനാലയത്തിലേക്ക് ചെല്ലാൻ തുടങ്ങി. പിന്നെയും ഇവാൻ റോബർട്ട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥന നിർത്തിയില്ല. അപ്പോൾ ആളുകളുടെ എണ്ണം കൂടി വന്നു. അത് മാത്രമല്ല, ഇപ്പോ ആരാധനയ്ക്ക് വരുന്ന ആളുകൾ ചർച്ചിൽ വന്ന് ഇരിക്കുകയല്ല, സാഷ്ടാംഗം വീണ് കരയാൻ തുടങ്ങി. എണ്ണം വളരെ കൂടി. പോലീസുകാർക്ക് ഭയങ്കര സന്തോഷമായി. ഒരൊറ്റ കുറ്റകൃത്യങ്ങൾ പോലും രജിസ്റ്റർ ചെയ്യുന്നില്ല. എല്ലാ മദ്യക്കടകളും അടച്ചുപൂട്ടി, എല്ലാ സിനിമാ കൊട്ടകകളും നാടകശാലകളും അടച്ചു. രാജ്യത്ത് വലിയ സ്വസ്ഥത. ആളുകൾ അന്വേഷിച്ചു, എന്താ ഈ മാറ്റത്തിന് കാരണം? ഈ മാറ്റത്തിന് കാരണം ഒരു സാധു മനുഷ്യന്റെ പ്രാർത്ഥനയാണ്. ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒരു മനുഷ്യന്റെ പ്രാർത്ഥന കൊണ്ട് ഇംഗ്ലണ്ടിലെ വെയിൽസിലെ സ്വർഗത്തിലെ ദൈവം ഉണർത്തിയെങ്കിൽ, അവരെ അനുതാപത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് നടത്തിയെങ്കിൽ, ദൈവത്തിന്റെ പൈതലെ, ഇത്രയും ആളുകൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദേശത്ത് കർത്താവ് ഉണർവായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹബക്കൂക്ക് ദർശനം പ്രാപിച്ച ദൈവദാസൻ, അത് ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വീരനായി മാറാനിടയായി. എത്ര പേർക്ക് ആത്മഭാരമുണ്ട്? ആത്മഭാരം ഉണ്ടെങ്കിൽ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും വായിച്ചു കാണുമല്ലോ, ഒരു അനുഗ്രഹീതനായ ചെറുപ്പക്കാരൻ, 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു അമേരിക്കക്കാരൻ. അമേരിക്കയിൽ പോയിട്ടുള്ള പലരും ഇവിടെ കണ്ടേക്കാം. അമേരിക്കയെക്കുറിച്ച് നിങ്ങൾ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും അതൊരു സമൃദ്ധിയുടെ നാടാണ്. ഞാൻ 1-2 പ്രാവശ്യം ആ രാജ്യത്ത് പോയിട്ടുണ്ട്. ഭക്ഷണത്തിന് വലിയ ക്ഷാമമില്ല, വസ്ത്രത്തിന് ക്ഷാമമില്ല, ഒരുപാട് സമൃദ്ധിയുള്ള രാജ്യമാണ്. ആ രാജ്യത്തുനിന്ന് 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ
ജോൺ അലൻ ചൗ അദ്ദേഹം വന്നു. എവിടെയാ വന്നറിയാമോ? ഇന്ത്യ മഹാരാജ്യത്ത്. ഇവിടെയല്ല, ഇവിടെ ഇതിന്റെ സമീപ പ്രദേശത്തുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ 3000-ഓളം കൊച്ചു കൊച്ചു ദ്വീപുകളുണ്ട്. അതിലൊരു ദ്വീപിൽ 40 മുതൽ 200 വരെ അപരിഷ്കൃതരായ ആളുകൾ താമസിക്കുന്നുവെന്ന അറിവ് തനിക്ക് എവിടുന്നോ കിട്ടി. പ്രൈസ് ലോർഡ്. വെറും 40 മുതൽ 200 വരെ, കൃത്യമായി എണ്ണം അറിയില്ല. വസ്ത്രം പ്രോപ്പറായി ധരിക്കില്ല. ഭക്ഷണമൊക്കെ കാട്ട് കിഴങ്ങുകളും കായ്കനികളും അതുപോലെ തന്നെ അവര് വേട്ടയാടി പിടിക്കുന്ന ജന്തുക്കളെ ഒക്കെ ഭക്ഷിച്ച് കഴിയുന്നു. അവർ സുവിശേഷം കേട്ടിട്ടില്ല. അവരുടെ ഭാഷ ആർക്കും അറിയില്ല. നോക്കൂ, ജോൺ അലൻ ചൗവിന് ഒരാഗ്രഹം. എന്തുവാ? തനിക്ക് ആ ദ്വീപിലൊന്ന് പോണം. എല്ലാ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞ് 26 വയസ്സുകാരൻ കഴിഞ്ഞ 2 മാസം ആയുള്ളൂ തോന്നുന്നല്ലേ, സെന്റിനൽ ദ്വീപിൽ അദ്ദേഹം ചെന്നു. മത്സ്യപിടുത്തക്കാരെ നിർബന്ധിച്ച് അവരുടെ ബോട്ടിൽ കയറി ആ ദ്വീപിൽ ചെന്നു. അവിടെ അദ്ദേഹം എന്ത് ചെയ്തു? വധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശരീരം കഴുത്തിൽ കയറിട്ട് മറ്റോ വലിച്ചു കൊണ്ടുപോയെന്നാ പറയുന്നത്. കൊണ്ടുപോയി അവർ എവിടെയോ അതെ അടക്കി. ഇതുവരെ അലന്റെ ശരീരം തിരിച്ചു കിട്ടിയില്ല. ഒന്ന് ചോദിക്കുക, അലനെ എന്തിനാ ഈ യൗവനപ്രായത്തിൽ ഈ ഒരു വിഡിത്തത്തിന് നിന്നത്? ഇതൊരബദ്ധമാണ്. ആളുകൾ എന്താ പറഞ്ഞതറിയോ? അവന് വട്ടായിരുന്നു എന്ന്. ലോകം പറഞ്ഞു അവന് വട്ടായിരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, വട്ടല്ല, ആത്മഭാരം. ഒരാത്മാവിനെ കർത്താവിങ്കിലേക്ക് ആനയിക്കണമെന്നുള്ള ഉള്ളിലെ ചിന്ത. എന്താ അത് വരാൻ കാരണം? എൻ്റെ അരുമനാഥൻ പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരു ത്രാസിൻ്റെ തട്ടിൽ അതെ നിങ്ങൾ വിലപിടിപ്പുണ്ടെന്ന് പറയുന്ന ഈ ലോകത്തെ മുഴുവനൂടെ കയറ്റി വെച്ച് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ സമീപത്ത് കിടക്കുന്ന ഒരു യാചകന്റെ ആത്മാവിനെ ത്രാസിൻ്റെ മറ്റേ തട്ടിലും എടുത്തു വെച്ചാൽ എൻ്റെ യേശു പറയുന്നു അതിനാ തൂക്കം കൂടുതലെന്ന്. അങ്ങനെയെങ്കിൽ ആത്മാക്കളെ കുറിച്ചുള്ളൊരു ഭാരം നമുക്കുണ്ടാകണം. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉണർവ് പ്രസംഗത്തിലല്ല ഇവിടെ നിൽക്കുന്നത്, ഒരു ബോധവൽക്കരണ യോഗത്തിലാണ്. ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ സമൂഹത്തിലോട്ട് നമുക്ക് പോകണം. പ്രൈസ് ലോർഡ്. ആത്മഭാരമുള്ളവരായി പോകണം. ജിം എലിയട്ടിന് ഉണ്ടായ ആത്മഭാരം, എഡ് മക്കള്ളിക്കുണ്ടായ ആത്മഭാരം. പ്രൈസ് ലോർഡ്. പീറ്റർ സെയിന്റിനുള്ള ആത്മഭാരം, റോജർ യുഡേറിയൻ ഉണ്ടായ ആത്മഭാരം, വിമാനം ഓടിച്ചിരുന്ന നൈറ്റിനുണ്ടായിരുന്ന ആത്മഭാരം. പ്രൈസ് ലോർഡ്. കേട്ടിട്ടുണ്ടോ ജിം എലിയട്ടിനെ കുറിച്ച്? നഷ്ടപ്പെടാത്ത ഒന്നിനു വേണ്ടി നഷ്ടപ്പെടുന്ന ഒന്നിനെ നഷ്ടപ്പെടുത്തുന്നവൻ വിധിയല്ല എന്ന മഹത്തായ സെന്റൻസ് അദ്ദേഹത്തിൻ്റെതാണ്. വളരെ ചെറുപ്പക്കാരൻ. എന്താ പറഞ്ഞത്? നഷ്ടപ്പെടാത്ത ഒന്നിനു വേണ്ടി നഷ്ടപ്പെടുന്ന ഒന്നിനെ നഷ്ടപ്പെടുത്തുന്നവൻ വിധിയല്ല. ഹീസ് നോട്ട് എ ഫൂൾ. അങ്ങനെ പറഞ്ഞത് ആരാ? ജിം എലിയട്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാരായ 4 കൂട്ടുകാരും കൂടെ ഒരു ഹെലികോപ്റ്ററിൽ 1956 തെക്കേ അമേരിക്കയിലുള്ള വനാന്തരത്തിൽ ഔക്ക ജാതിക്കാർ, നരഭോജികളായ ആളുകൾ പാർക്കുന്ന ഇടത്ത് ആത്മഭാരമുള്ള ഇവരെ സുവിശേഷീകരണത്തിനായി ചെന്നു. വട്ടമിട്ട് പറന്ന അവരുടെ ഹെലികോപ്റ്റർ ഒരു നദീതീരത്ത് അവർ ഇറക്കി. അവരുടെ ഹെലികോപ്റ്റർ നിറച്ച് ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ എല്ലാം ഉണ്ട്. ഈ സഹോദരന്മാരുടെ കയ്യിൽ കൈത്തോക്കും റിവോൾവറും ഉണ്ട്. പക്ഷേ ഒരു കൂട്ടം നരഭോജികൾ ഇവരുടെ അടുത്തേക്ക് ആയുധങ്ങളുമായി വന്ന് അവരുടെ കൊച്ചു വിമാനം അടിച്ചു തകർത്തു. 5 പേരെയും കുത്തി മലർത്തി. ഒരുവൻ നദിയിലൂടെ ഒഴുകിപ്പോയി. 4 പേരുടെ ശരീരം ആ നദീതീരത്ത് കിടന്നു. ലോകം മുഴുവൻ പറഞ്ഞു വിഡിത്തമാണ് അവർ ചെയ്തത്, അബദ്ധമാണ് അവർ ചെയ്തത്, ലോകത്തോട് അറിയിക്കാതെയാണ് ഇവർ പോയത്. പക്ഷെ ആ സഹോദരന്മാരെ അതിന് പ്രേരിപ്പിച്ചത് ആത്മഭാരമാണ്. പ്രൈസ് ലോർഡ്. ഭാര്യമാരെല്ലാം നാട്ടിൽ കാത്തിരുന്ന് ഭർത്താക്കന്മാരുടെ റേഡിയോ സന്ദേശം കേൾക്കാൻ. വാർത്ത കിട്ടാതായപ്പോൾ അവർ ഗവൺമെന്റിനെ അറിയിച്ചു. സകലവിധ സന്നാഹങ്ങളോടെ വിമാനങ്ങൾ പറന്നുയർന്ന് അതെ ഡോക്ടേഴ്സ് അതുപോലെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സൈന്യമൊക്കെയായി അവരൗക്ക ജാതിക്കാർ പാർക്കുന്ന ഇടത്ത് ചെന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. അവരുടെ വിമാനം തല്ലിത്തകർത്തിട്ടിരിക്കുന്നു. ജിം എലിയട്ടിൻ്റെ ഭാര്യ അതെ ആ മണപ്പുറത്ത് ഇറങ്ങി
തൻ്റെ ഭർത്താവ് എൻ്റെ ശരീരത്തിൻ്റെ അടുത്ത് ചെന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അവളെ എങ്കിലും വിലപിച്ചില്ല. അവൾ വിളിച്ചു പറഞ്ഞു, കൂടാരമായി ഞങ്ങളുടെ ഭവനം അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ആത്മഭാരമുണ്ടെങ്കിലേ ആത്മാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും അതേ പലയിടങ്ങൾ കടന്നുപോയി സുവിശേഷം അറിയിക്കാനും കഴിയുള്ളൂ. ദൈവത്തിൻ്റെ മക്കളെ ഒന്നാമതായി പോകാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹഡ്സൺ ടൈലർ ചൈന ഇൻലാൻഡ് മിഷന്റെ സ്ഥാപകനായിരുന്ന ആ ദൈവദാസൻ അവിടെ ചെന്നപ്പോൾ ഒരു കൺഫ്യൂഷ്യസ് മതക്കാരൻ ഓടി വന്ന് കാൽക്കൽ വീണിട്ട് പറഞ്ഞു, അങ്ങ് എന്തുകൊണ്ടാണ് എൻ്റെ രാജ്യത്ത് കുറച്ചുകൂടെ മുമ്പ് വരാതിരുന്നത്? വളരെ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ കൺഫ്യൂഷ്യസ് മതക്കാരൻ പറഞ്ഞു, എൻ്റെ പിതാവ് സത്യാന്വേഷിയായിരുന്നു. യേശുവിനെ കണ്ടുമുട്ടാതെ തനിക്ക് മരിക്കേണ്ടി വന്നു. അല്പം കൂടെ മുമ്പേ അങ്ങവിടെ വന്നിരുന്നെങ്കിൽ എൻ്റെ പിതാവ് യേശുവിനെ കാണുമായിരുന്നു. നാം വൈകുമ്പോൾ ഒരു കാര്യം ഓർക്കുക, അനേകർ യേശുവിനെ കാണാതെ പോകും. ആത്മഭാരമുള്ള ദർശനമുള്ള ദൈവത്തിൻ്റെ പൈതല് ഒരു ഉണർവിന് വേണ്ടി ഹബക്കൂക്ക് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ലോർഡ്, റിവൈവ് ദൈ വർക്ക് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഇയേഴ്സ്. റിവൈവ് ദൈ വർക്ക് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഇയേഴ്സ്. ആണ്ടുകളുടെ മധ്യേ നീ നിന്റെ ജനത്തെ ഒന്ന് ഉണർത്തണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ ഈ ജനത്തെ ഒന്ന് ഉണർത്തണമേ. വില്യം കേറിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൽക്കട്ടയിൽ വന്ന് താമസിച്ച ആ മനുഷ്യൻ തൻ്റെ യാത്ര ഒട്ടും സുഗമമായിരുന്നില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനി തനിക്കെതിരായിട്ടും തൻ്റെ ഭാര്യയുടെ സഹോദരിയും കുഞ്ഞുങ്ങളുമായി അദ്ദേഹം കൽക്കത്തയിൽ വന്ന് അധികം താമസിക്കുന്നതിന് മുമ്പേ 5 വയസ്സുള്ള തൻ്റെ കുഞ്ഞ് കൽക്കട്ടയിൽ വെച്ച് മരിച്ചു. ആ കുഞ്ഞിൻ്റെ ജഡമൊന്നടക്കാൻ പോലും ആരും അദ്ദേഹത്തെ സഹായിച്ചില്ല. സ്വന്തം കൈകൊണ്ട് മൺവെട്ടി കൊണ്ട് മണ്ണ് വെട്ടിമാറ്റി തൻ്റെ കുഞ്ഞിനെ താൻ അടക്കി. താൻ പിന്മാറിയില്ല. തൻ്റെ ഭാര്യ മാനസിക രോഗിയായി ഭ്രാന്തിയായി മാറി. പക്ഷേ തൻ്റെ ദൗത്യത്തിൽ താൻ പിന്മാറിയില്ല. തന്നോട് കൂടെ രക്ഷിക്കപ്പെട്ടു ദൈവഭാഗത്ത് വന്ന 10-16 ആളുകൾ ഒരു ദിവസം തന്നെ വിട്ടുപോയി. പക്ഷേ വില്യം കേറി പിന്മാറിയില്ല. താൻ വളരെ അധ്വാനിച്ചുണ്ടാക്കിയ അച്ചുകൂടം പ്രസ് ഒരു ദിവസം കത്തിപ്പോയി. പക്ഷെ വില്യം കേറി പിന്മാറിയില്ല. ആത്മഭാരമാണ് ഇവിടെ താമസിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. താൻ നാട്ടിലായിരുന്നപ്പോ, ചെരുപ്പ് കുത്തിയായിരുന്നപ്പോ താൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, അതെ ഈ ദൈവവചനം എത്താത്ത നാടുകളിൽ നീ ഉണർവയക്കണമേ, നീ ഇന്ത്യയിൽ ഉണർവയക്കണമേ. താന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അത് നീളമുള്ള ഒരു വടി എടുത്തു വെച്ചിട്ട് ഭൂപടം കൊണ്ട് തൂക്കി അതിൽ ആളുകൾ ക്രിസ്ത്യാനികൾ ഇല്ലാത്ത ഭാഗങ്ങളിൽ താൻ വട്ടം വരച്ചു വെച്ചു. ജോലിക്കിടയിൽ 1 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയ തൻ്റെ അടുത്തിരിക്കുന്ന വടിയെടുത്ത് ആ പടത്തിൽ തൊട്ടുകൊണ്ട്, കർത്താവേ, ഈ സ്ഥലത്ത് നീ ഉണർവയക്കണമേ. തൻ്റെ പ്രാർത്ഥനയാ. അങ്ങനെ ഏറ്റവും കൂടുതൽ താൻ പ്രാർത്ഥിച്ചത് ഇന്ത്യക്ക് വേണ്ടിയാ. പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയും, അഭ്യസ്ത വിദ്യനല്ലെങ്കിലും കർത്താവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ ഇന്ത്യയിൽ എന്നെ സുവിശേഷകനായി അയക്കണമേ. ദീർഘവർഷങ്ങൾ അദ്ദേഹം ഇന്ത്യയിൽ താമസിച്ചു. അദ്ദേഹം തൻ്റെ സ്വരാജ്യത്തേക്ക് മടങ്ങിപ്പോയില്ല. എത്രയെത്ര ഭാഷകൾ അദ്ദേഹം പഠിച്ചു, എത്രയെത്ര ഭാഷകളിൽ ബൈബിൾ വിവർത്തനം ചെയ്തു. അതുകൊണ്ടല്ലേ ഇന്ത്യക്കാർ ഇന്ന് ബൈബിൾ വായിക്കും. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് കൽക്കട്ടയിലെ സറാംപൂർ യൂണിവേഴ്സിറ്റി, അതെ, ഇന്നും BD ബിരുദം കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ യൂണിവേഴ്സിറ്റി. ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഞാൻ വാക്കുകൾ ഇനി ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഒരാത്മഭാരം നമുക്കുണ്ടാകണം. ആത്മഭാരമുള്ള ദൈവത്തിൻ്റെ പൈതല് നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഇവാൻ റോബർട്ടിനെ പോലെ പ്രാർത്ഥിക്ക്. ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഇനി മാത്രമല്ല, ദൈവവചനം പ്രസംഗിക്കാൻ തയ്യാറാകണം. ദൈവവചനത്തിൻ്റെ പ്രത്യേകത അറിയാമോ? മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് തന്നെ മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും വിളയിക്കത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും എൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ദൈവവചനത്തിനൊരു ക്രിയ ചെയ്യാനുണ്ട്, ദൈവവചനത്തിനൊരു പ്രവൃത്തിയുണ്ട്. അത് ട്രാക്റ്റിലൂടെ ആകട്ടെ, അത് പേഴ്സണൽ ഇവാഞ്ചലിസത്തിലൂടെ ആകട്ടെ, അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ആകട്ടെ, ഏതെങ്കിലും നിലയിൽ കൺവെൻഷനിലൂടെ ആകട്ടെ, പരസ്യയോഗത്തിലൂടെ ആകട്ടെ, ദൈവവചനം വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം. പ്രാർത്ഥിക്കുക, ദൈവവചനം വിളിച്ചു പറയുക. ദൈവത്തിനു വേണ്ടി, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ തയ്യാറാകുക. 2ാം ലോക മഹായുദ്ധകാലത്ത് ലോകത്തെ ഏറ്റവും കഷ്ടം അനുഭവിച്ച ഒരു കൊച്ചു രാജ്യമാണ് സൗത്ത് കൊറിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? അന്ന്
പടയാളികൾ കയറി നിരങ്ങി സകല ചർച്ചുകളും ചുട്ടുകരിച്ചു. ദൈവമക്കളെ കൂട്ടമായി ഹാളുകൾക്കകത്തിട്ട് അത് വെടിവെച്ച കൊന്ന ചരിത്രമുണ്ട്. എന്നാൽ ഇന്ന് ലോകത്ത് ഏറ്റവും ഉണർവുള്ള സ്ഥലം ഏതാണെന്നറിയാമോ? സൗത്ത് കൊറിയ. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം കൊണ്ട് അവിടെ 4 റീബർത്ത് നടക്കുമെന്ന്. 4 വീണ്ടും ജനനം. കഷ്ടമനുഭവിക്കാൻ, വേദന അനുഭവിക്കാൻ, കർത്താവിന് വേണ്ടി കഷ്ടമനുഭവിക്കാൻ തയ്യാറായാൽ ഒരു ഉണർവിനത് നന്ദി കുറിക്കാനിടയായിത്തീരും. നമുക്ക് ദൈവവചനം അറിയിക്കാം, അതേ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പോകാം, സുവിശേഷം കൊടുക്കാം. അതെ, സുവിശേഷത്തിന് മാത്രമേ മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുകയുള്ളൂ. ആകയാൽ ഒരു ഉണർവിന് വേണ്ടി ഹബക്കൂക്കിനെ പോലെ ദൈവസന്നിധിയിൽ നമുക്ക് താഴ്ന്നിരുന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ ഈ രാത്രി നമ്മെ ആശീർവദിക്കട്ടെ. എനിക്ക് അവസരം തന്ന ദൈവവൃത്തിനും സഭയ്ക്കുമുള്ള ഹൃദയംഗമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധാരാളം സഹായിക്കട്ടെ. ആമേൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രാർത്ഥിക്കുവാനായി ദൈവകരത്തിലേക്ക് ഇന്ന് പകൽ രാത്രികാലം നമുക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസനിലൂടെ ശക്തമായ ഒരു ദൈവിക സന്ദേശം ദൈവാത്മ നമ്മെ അറിയിച്ചു. ആത്മഭാരമുള്ളവരായി ഈ ദിനങ്ങളിൽ മാറുവാൻ ദൈവത്തിന്റെ ആത്മ നമ്മോട് ഇടപെട്ടല്ലോ. ഷാഡാരാബ സംധാലാബ വൈഡാരാബ. പ്രാരംഭമായി ദൈവാത്മ നമ്മോട് സംസാരിച്ചു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് ഹബക്കൂക്കിനെ പോലെ ആത്മഭാരത്തോടെ നമുക്ക് കരയാം. ഹബക്കൂക്കിനെ പോലെ ദൈവജനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരാതികളും പരിഭവങ്ങളും പറഞ്ഞ ഹബക്കൂക്ക് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് നാം കാണുകയാണ്. ഇന്ന് രാത്രിയും ദൈവം നമ്മോട് സംസാരിച്ചല്ലോ. ആത്മഭാരത്തോടെ കടന്നു പോകുവാൻ, ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുവാൻ. യാമേ സ്തോത്രം. ദൈവം നമുക്ക് നിയോഗം തരുന്ന ഇടങ്ങളിലേക്ക് കടന്നു പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ശക്തിയോട് ഇടപെട്ടല്ലോ. ഒരു നിമിഷം ദൈവ ശബ്ദത്തിന് മുൻപാകെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പറയാം, കർത്താവേ, അങ്ങയുടെ വരവ് താമസമെങ്കിൽ ഈ 2019 അങ്ങ് എന്നോട് പറയുന്ന ഇടത്തേക്ക് അങ്ങ് എനിക്ക് നിയോഗം തരുന്ന രീതിയിൽ കർത്താവേ അങ്ങയുടെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് നമ്മൾ എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും. ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. വചനം സംസാരിപ്പാൻ തന്റെ ഭക്തനെ അധികാരപ്പെടുത്തിയല്ലോ. പിന്നെയും അനേക ജീവിതങ്ങൾക്ക് ആശ്വാസത്തിനും വിടുതലിനും മുഖാന്തരമാക്കി തീർക്കുവാൻ തന്റെ ഭക്തനെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം ശക്തിയോടെ കരങ്ങളും അധരങ്ങളും ചലിപ്പിച്ച് നമുക്ക് ദൈവത്തിന് പോരാടി പ്രാർത്ഥിക്കാമല്ലോ. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട ദൈവ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് സമർപ്പണത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി നമുക്ക് അമ്മ ആരാധിച്ചുകൊണ്ട് പറയാം, കർത്താവേ, അടിയനെ സമർപ്പിക്കുന്നതാ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവനാമത്തിന് വേണ്ടി അധ്വാനിപ്പാൻ നമുക്ക് ഒരുങ്ങാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. നൽകിയ സന്ദേശത്തിനായി സ്തോത്രം ചെയ്യാം. പകർന്ന വിടുതലിനായി സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇന്ന് രാത്രി തലമണക്കിരിക്കുന്ന എല്ലാ ജീവിതങ്ങളുടെ മേലും ഇന്ന് പകലും രാത്രി ഞങ്ങളുടെ വചനം സംസാരിച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസന്റെ മേലും ഭൂലോകമെമ്പാടുമുള്ള എല്ലാ ദൈവത്തിന് അഭിഷിക്തന്മാരുടെ ദൈവത്തിന് മേലും ഇപ്പോഴും എന്നേക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ 2ാം വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ആമേൻ കർത്താവേ, ആമേൻ. ഇന്ന് പകൽക്കാലം